ഹല്ലേലൂയ. താളത്തിനൊത്ത് കരങ്ങളടിച്ച് പാടുകയാണ്. ഈ പാട്ട് പാടുമ്പം ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഒരു ഫീൽ ചെയ്ത് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ചോദിക്കുന്നവർക്കെല്ലാം ആവശ്യത്തിന് വരദാനങ്ങൾ കൊടുക്കുന്നവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നമുക്ക് കുറച്ച് നാളായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഒരു മടുപ്പ് തോന്നുന്നു, ഒരു ക്ഷീണം വരുന്നു, അസ്വസ്ഥത തോന്നുന്നു, ഭാവിയെക്കുറിച്ച് ഒത്തിരി അസ്വസ്ഥത നമ്മൾ വേട്ടയാടുന്നു. പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ. ആത്മാവ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ ഒരു പുതിയ ശക്തി വ്യാപരിക്കും. നമുക്കറിയാലോ, ആദിമ ശിഷ്യന്മാർ അവർ യേശുവിൻ്റെ മരണശേഷം എന്തു ചെയ്യണമെന്നറിയാതെ ആകപ്പാടെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ യഹൂദരുടെ ഭയം നിമിത്തം അസ്വസ്ഥരായിരുന്ന അവരിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഗ്നിയായി വന്ന് പെയ്തിറങ്ങിയപ്പോൾ അവർ ധീരരും ശക്തരുമായി മാറി. ഈ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ വചനം ധീരതയോടെ പ്രസംഗിക്കുന്ന പ്രഘോഷകരായി മാറി, രക്തസാക്ഷികളായി മാറി. ഈ ഒരു അഭിഷേകം നമുക്ക് നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് ഗായക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് നമുക്ക് പാട്ട് പാടി ദൈവത്തെ പാടിക്കാം. കൈയടിച്ച് തുടങ്ങിക്കോ. പന്തക്കുസ്താ പന്തക്കുസ്താ വരവായി പുതു പന്തക്കുസ്താ 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 നൽകണമേ പുതു പന്തക്കുസ്താ. ആവർത്തിച്ച് പന്തക്കുസ്താ പന്തക്കുസ്താ വരവായി പുതു പന്തക്കുസ്താ 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 നൽകണമേ പുതു പന്തക്കുസ്താ. സ്വർഗം തുറന്നിടണമേ, ആത്മനെ അയച്ചിടണമേ. സ്വർഗം തുറന്നിടണമേ, ആത്മനെ അയച്ചിടണമേ. ദാഹത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പന്തക്കുസ്താ. ദാഹത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും. ആത്മാവേ റുഹായേ നിറയണമേ എന്നിൽ നിറയണമേ. ആത്മാവേ റുഹായേ നിറയണമേ എന്നിൽ നിറയണമേ. അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയട്ടെ, എല്ലാവരിലേക്ക് നിറയട്ടെ. അഗ്നിയായി തീനാവായി നിറയണമേ നിറയണമേ. കൈകൾ താത്തിയടിച്ച് പന്തക്കുസ്താ പന്തക്കുസ്താ വരവായി പുതു പന്തക്കുസ്താ. A new Pentecost, പന്തക്കുസ്താ a new anointing. നൽകണമേ പുതു പന്തക്കുസ്താ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ ഓരോരുത്തരെയും സ്പർശിക്കണമേ. ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലേക്കും കടന്നു വരണമേ. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ക്രിസ്തു ശിഷ്യരെ ശക്തരാക്കിയ പരിശുദ്ധാത്മാവേ, ആദിമ സഭയെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ. ക്രിസ്തു ശിഷ്യരെ ശക്തരാക്കിയ പരിശുദ്ധാത്മാവേ, ആദിമ സഭയെ ശക്തമാക്കിയ പരിശുദ്ധാത്മാവേ. ചേർന്ന് പാടാമോ? ക്രിസ്തു ശിഷ്യരെ ശക്തരാക്കിയ പരിശുദ്ധാത്മാവേ, ആദിമ സഭയെ ശക്തമാക്കിയ പരിശുദ്ധാത്മാവേ. ബലഹീനതയിൽ ബലമായി മാറും പരിശുദ്ധാത്മാവേ. പുതു പന്തക്കുസ്താ 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 നൽകണമേ പുതു. സ്വർഗം തുറന്നിടണമേ, സ്വർഗം തുറന്നിടണമേ, ആത്മനെ അയച്ചിടണമേ. സ്വർഗം തുറന്നിടണമേ, ആത്മനെ അയച്ചിടണമേ. ദാഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പന്തക്കുസ്താ. ദാഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും. ആത്മാവേ ആത്മാവേ റുഹായേ നിറയണമേ എന്നിൽ നിറയണമേ. ആത്മാവേ റുഹായേ നിറയണമേ എന്നിൽ നിറയണമേ. അഗ്നിയായി തീനാവായി നിറയണമേ. അഗ്നിയായി തീ
ആത്മാവേ രൂഹായേ നിറയണമേ എന്നിൽ നിറയണമേ ആത്മാവേ രൂഹായേ നിറയണമേ എന്നിൽ നിറയണമേ ആത്മാവേ രൂഹായേ ആത്മാവേ രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ. ആത്മാവേ ആത്മാവേ നിറയണമേ ആത്മാവേ ആത്മാവേ നിറയണമേ ആത്മാവേ രൂഹായേ നിറയണമേ എന്നിൽ നിറയണമേ അഗ്നിയായി തീനാവായി നിറയണമേ കണ്ണുകളടച്ച് സ്വർഗ്ഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. റുവ 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 അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. ചെറിയൊരു വലിയൊരു ഉറക്കെ സ്തുതിക്കട്ടെ. ആത്മാവേ ആത്മാവേ പോരാ പോരാ റുവ 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 a mighty anointing from above. Glory glory glory. ഓ പരിശുദ്ധാത്മാവേ ഓ പരിശുദ്ധാത്മാവേ ആത്മാവേ മനസ്സിന്റെ ഭാരങ്ങൾ കെട്ടുകൾ എല്ലാം അഴിയപ്പെടട്ടെ. ഗ്ലോറി 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 ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മടുപ്പും അറിയിപ്പും വിട്ടുമാറട്ടെ. സ്തുതിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറട്ടെ. പ്രാർത്ഥന മന്ദത അറിയിപ്പ് യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. ഗ്ലോറി 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 പവർ പവർ ആത്മാവേ അനേകരിലേക്ക് ദൈവത്തിന് ശക്തി വ്യാപരിക്കുന്നു. അടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക. കെട്ടി കഴിയുന്ന സമയം ബന്ധനങ്ങൾ തകരുന്ന സമയം. ഗ്ലോറി 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ശിരസിനോട് ചേർത്ത് വയ്ക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി പുതിയ സൃഷ്ടിയാക്കണമേ. വചനം പറയുന്നല്ലോ റോമ 8:14 ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ മാത്രമാണ് ദൈവമക്കൾ. നിന്റെ ജീവിതത്തിൽ നീ ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. നിന്റെ സ്വഭാവം, നിന്റെ പ്രവർത്തന രീതികൾ, നിന്റെ സംസാരം ദൈവാത്മാവിനാലാണോ നയിക്കപ്പെടുന്നത് എങ്കിൽ നീ ദൈവത്തിന്റെ മകനും മകളുമാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു രൂപികൾ ഉണ്ടെങ്കിൽ അവ എടുത്തു മാറ്റപ്പെടട്ടെ. ആത്മാവ് നിറയട്ടെ. ആത്മാവിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം നിറയുമ്പോൾ തിന്മയുടെ ശക്തികൾ വിട്ടകലും. ഓ പരിശുദ്ധാത്മാവേ ഇവിടെ വന്നിരിക്കുന്ന ഓരോ മകന്റെയും ഓരോ മകളുടെയും മേൽ കരം നീട്ടി അനുഗ്രഹിക്കണമേ. അഗ്നി അഭിഷേകം നിറയ്ക്കണമേ. നിങ്ങൾക്ക് വേണ്ട കൃപാവരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റുവ 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 നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. രോഗികൾ പ്രാർത്ഥിക്കട്ടെ, കടബാധിതർ പ്രാർത്ഥിക്കട്ടെ, തടസ്സങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ആത്മാവ് വരുമ്പോൾ അവൻ സഹായകനായി കൂടെയുണ്ട്. He is the helper. He is the helper. Glory hallelujah. Glory hallelujah. Let all the chains be broken. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഉറക്കെ ഉറക്കെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ ആത്മാവേ രൂഹായേ നിറയണമേ എന്നിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും വിളിച്ചേ. ആത്മാവേ ആത്മാവേ രൂഹായേ നിറയണമേ എന്നിൽ നിറയണമേ. അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ. അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ. അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മ മാതാവേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളും പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെട്ടവളും നയിക്കപ്പെട്ടവളുമായ പരിശുദ്ധാത്മേ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി തുറന്നുള്ള മണിക്കൂറിൽ അമ്മ പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. വലതുകരം ഉയർത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. താഴ്ത്താം. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നാം ഏവരും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആമേൻ. ആമേൻ.
ഈശോ മിശിഹായിക്ക് അത് ഉറക്കെ പറ. ഈശോ മിശിഹായിക്ക്. അടുത്ത 1-2 പേർക്ക് സ്തുതി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പറയാം ഹല്ലേലൂയ. നമ്മൾ അല്പസമയം വചന പ്രഘോഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഓരോ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വ്യക്തിപരമായ ചില പ്രാർത്ഥനകളും നിയോഗങ്ങളും ഉണ്ടാവും, ഇല്ലേ? ഇവിടെ വന്നിരിക്കുന്ന അനേകം പേര് അവിടെ നിയോഗങ്ങൾ എഴുതിയിടുന്നുണ്ട്. ചിലപ്പോൾ എഴുതിയിടാത്തായിരിക്കാം, പറയാതും ഒത്തിരിയേറെ നിയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ദൈവം തീർച്ചയായിട്ടും നമ്മളെ ഈ നിയോഗങ്ങളുടെ മേൽ ശക്തി പകരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിൽ നാം ഉറച്ച് വിശ്വസിക്കുക. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന ഏതൊരു കാര്യവും ലഭിക്കുമെന്ന് വിശ്വസിക്കുക. അത് ലഭിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. പ്രിയപ്പെട്ട മക്കളെ, എങ്കിലും ഇന്ന് അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കാത്തതിൻ്റെ ഒത്തിരിയേറെ മേഖലകളുണ്ട്. പല വ്യക്തികളും തങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളിൽ നിന്ന് അവർ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പൈതലായിട്ട് ജീവിക്കുന്നുണ്ട്. പലപ്പോഴും അതിൻ്റെ കാരണം നമ്മൾ കണ്ടെത്തുന്നത് മറ്റുള്ളവരിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, പല വ്യക്തികൾ ചിന്തിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റു ചില വ്യക്തികൾ മൂലമാണ്, അല്ലെങ്കിൽ മറ്റു ചില സാഹചര്യങ്ങൾ മൂലമാണ് ഞങ്ങൾക്ക് ഈ അനർത്ഥമൊക്കെ ഉണ്ടായത്. കടബാധ്യത ഉണ്ടായത് അത് മറ്റുള്ളവരെ പറ്റിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ഒരു വിവാഹബന്ധം തകർന്നത് അത് ദല്ലാള് പറ്റിച്ചതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചില കള്ളത്തരം പറഞ്ഞു. മറ്റുള്ളവരാണ് നമ്മുടെ പരാജയത്തിന് കാരണമെന്നാണ് പലപ്പോഴും നമ്മൾ കുറ്റം കണ്ടുപിടിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് പറയുന്നത്, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വലിയ ഒരു കഴിവാണ് ദൈവത്തെ അറിയാനും ദൈവത്തെ ആരാധിക്കാനുള്ള കഴിവ്. ഈ ഒരു കഴിവ് വെച്ച് നമ്മൾ എങ്ങനെ ദൈവത്തോടെ സമീപിക്കുന്നോ അതനുസരിച്ചാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അനുഗ്രഹം ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്നത്. പറയാം ഹല്ലേലൂയ. സന്തോഷം. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമാക്കി തരും. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് പറയാണ്, നീ എന്നോട് ചോദിച്ചാൽ മതി, ജനതകളെ അവകാശമാക്കി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഒരു ദൈവ പൈതൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തോട് ചോദിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നാൽ ജനതകളെയും ദേശങ്ങളെയും അധീനമാക്കാനുള്ള കൃപ ദൈവം ചൊരിയും എന്നാണ് ബൈബിൾ വെളിപ്പെടുത്തുക. നമുക്കറിയാം, മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ വളരെയേറെ വ്യത്യാസങ്ങളുണ്ട്, ഇല്ലേ? എന്താ മിണ്ടാത്തെ? പ്രൈസ് ലോർഡ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല, വളരെയേറെ വ്യത്യാസം. അതിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം പറയാവോ? മനുഷ്യന് ആത്മാവില്ല. പ്രൈസ് ലോർഡ്. തിരിച്ചു പറ. മൃഗങ്ങൾക്ക് ആത്മാവില്ല, മനുഷ്യന് ആത്മാവുണ്ട്. ഓക്കെ, പിന്നെന്താ ഉള്ളത്? എന്താണ്? ചിന്തിക്കാനുള്ള കഴിവ്. രണ്ടാമത്തെ ശരിയാ. വീണ്ടും എന്തോ? ചിരിക്കാൻ മൃഗങ്ങൾ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്നേഹിക്കാനുള്ള കഴിവ്. മൃഗങ്ങൾ സ്നേഹമൊക്കെ കാണിക്കുകയല്ലേ? നമ്മുടെ പട്ടിയൊക്കെ നമ്മളെ കാണും വാലാട്ടൂല്ലേ? പ്രൈസ് ദി ലോർഡ്. ഓക്കെ, എനിവേ, 2 പ്രധാനപ്പെട്ട എന്താ പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. വാലില്ലാത്തൊരു വലിയ പ്രശ്നമല്ല, അത് നമുക്ക് പിന്നെ ഉണ്ടാവും. ഹല്ലേലൂയ. അതൊരു വലിയ വ്യത്യാസമല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 പ്രധാനപ്പെട്ട വ്യത്യാസം. ഒന്ന്, ആത്മാവ് മനുഷ്യനുണ്ട്, മൃഗങ്ങൾക്കില്ല എന്നുള്ളത്. രണ്ടാമത്തേത്, വിവേചന ശക്തിയും സ്വാതന്ത്ര്യവും മനുഷ്യനുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിച്ച് ദ ആനിമൽസ് ഡു നോട്ട് ഹാവ്. പ്രിയപ്പെട്ട മക്കളെ, ദൈവം ഈ ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനായതുകൊണ്ട് ദൈവം അവന് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് സ്വാതന്ത്ര്യം. പ്രൈസ് ദി ലോർഡ്. ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ദൈവം തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ ഒരവസരം ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന വീഴ്ചകളാണ് പലപ്പോഴും മനുഷ്യ ജീവിതങ്ങളെ പരാജയങ്ങളുടെ കയങ്ങളിലേക്ക് തള്ളിയിടുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന തെരഞ്ഞെടുപ്പ് എപ്രകാരമുള്ളതാണ്, അതനുസരിച്ച് അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ ദൈവം മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് 2 രീതിയിൽ അവന് തെരഞ്ഞെടുപ്പ് നടത്താം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 48-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: 2 തരത്തിലുള്ള ജീവിതങ്ങളുണ്ട്. ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്നവരുണ്ട്, മറ്റു ചിലർ പാപത്തിൽ മുഴുകി ജീവിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലർ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിതം നയിക്കാൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നു.
എന്നാൽ മറ്റു ചിലരാകട്ടെ പാപത്തിൽ മുഴുകിയ ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നു. അവരുടെ ജീവിതത്തിൽ നിന്ന് ദൈവാനുഗ്രഹം നഷ്ടമാകുന്നു. പറയാമോ ഹല്ലേലൂയ? സന്തോഷത്തോടെ ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ബൈബിൾ പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നാം ചിന്തിച്ച് നോക്കുമ്പോൾ പരിശോധിക്കുക കാണുന്നൊരു സത്യം ഇതാണ്: എവിടെയെല്ലാം തെറ്റായ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം മനുഷ്യർ അധപ്പതിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനുഷ്യ ചരിത്രം ബൈബിൾ പ്രകാരം തുടങ്ങുന്നത് തന്നെ തെറ്റായ ഒരു ചരിത്രം ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ്. നമുക്കറിയാം, ഏദൻ തോട്ടം സൃഷ്ടിച്ച് മനുഷ്യനെ അവിടെ സ്ഥാപിച്ച ദൈവം പറഞ്ഞു, എന്ത് പറഞ്ഞത്? നീ തോട്ടത്തിലൂടെ എല്ലാം കഴിച്ചോ, പക്ഷെ ഒരു പഴം മാത്രം കഴിക്കരുത്, ഒരെണ്ണം മാത്രം തിരഞ്ഞെടുക്കരുത് എന്ന് പറഞ്ഞു. മനുഷ്യൻ എന്ത് ചെയ്തു? അത് തന്നെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ കുഴപ്പം അതാ, വേണ്ടാന്ന് പറയുന്നത് ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യം, ഇല്ലേ? നമ്മുടെ മക്കളോട് പറഞ്ഞു നോക്കി, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, അതിന് വരാൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് വരും. പ്രൈസ് ദി ലോർഡ്. അരുത് അരുത് എന്ന് കേൾക്കുന്നത് ചെയ്യാനായിട്ടാണ് മനുഷ്യ സഹജമായൊരു പ്രവണത. അപ്പം തെറ്റായ ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യകുലത്തിൻ്റെ അധപ്പതനം തന്നെ അവിടെ ആരംഭിക്കുക. നീ ഈ തോട്ടത്തിലുള്ള എല്ലാം കഴിച്ചോ, പക്ഷെ ഇത് മാത്രം കഴിക്കരുത്. നീ തിന്നുന്ന ഇത് ഭക്ഷിക്കുന്ന ദിവസം, ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ വചനം പറയാണ്, ഈ പഴം തിന്നുന്ന ദിവസം നീ മരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് തിന്നാൽ നീ മരിക്കും. ഒരു തെരഞ്ഞെടുപ്പ് വെച്ചിരിക്കുക. ആ തിന്നില്ലെങ്കിലോ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ജീവിക്കും. റൈറ്റ്. നീ തിന്നാൽ മരിക്കും, തിന്നില്ലെങ്കിൽ നീ ജീവിക്കും. ഇതാണ് ദൈവം പറഞ്ഞ കാര്യം. എന്നാൽ മനുഷ്യൻ തന്നെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവനെങ്ങനെ ചിന്തിക്കും, ഇതിപ്പോൾ തിന്താൽ എന്താ കുഴപ്പം? അല്ല, എന്താ കുഴപ്പം? പ്രത്യേകിച്ച് പിശാച് അവനെ പ്രലോഭിപ്പിച്ചു. എടാ, അവൻ വന്ന് ചോദിച്ചെങ്ങനെയാണ്, ദൈവം ഏതെങ്കിലും ഒരു പഴം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? കൃത്യമായിട്ട് ആ മർമ്മം വെച്ച് ചോദിക്കുകയാണ്. ഹവ പറഞ്ഞു, യെസ്, എല്ലാം കഴിച്ചോളാൻ പറഞ്ഞു, ഒരെണ്ണം കഴിക്കും, അത് കഴിച്ചു നോക്ക്. അത് വേണ്ടാന്ന് പറഞ്ഞ് നീ എന്താ കഴിച്ചാൽ കുഴപ്പം? പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയ. ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യകുലത്തെ മുഴുവൻ പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് നയിച്ചു. പറ ഹല്ലേലൂയ. സന്തോഷം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരിക്കൽ തൃശ്ശൂർ ഭാഗത്ത് ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഒരു ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ ആദത്തിൻ്റെ ഹവയുടെ കഥയൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു തൃശ്ശൂരുകാരൊരു ചേട്ടൻ വന്നിനോട് ചോദിച്ചു, അല്ല അച്ഛാ, എന്തിട്ടാ അച്ഛൻ ഇങ്ങനെ പറയാതിരിക്കണത്? ഈ ആദോ ഹവി അത്ര വലിയ പാവാണെന്ന് വെച്ചാൽ എന്നോട്. ഞാൻ പറഞ്ഞു, എന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, ആ പഴം കഴിച്ചാൽ എന്തിട്ടാ കുഴപ്പം? പ്രൈസ് ദി ലോർഡ്. നന്മ തിന്മകൾ തിരിച്ചറിയണം പഴമല്ലേ അച്ഛാ, അത് കഴിച്ചാൽ എന്താ കുഴപ്പം? പ്രൈസ് ദി ലോർഡ്. അവർ ചെയ്ത് തെറ്റാണെന്ന് വെച്ചാൽ അവർ തെറ്റല്ലല്ലോ. നമ്മൾ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റില്ലേ? പിന്നെ എന്തിട്ടാ ഒരു വലിയ പ്രശ്നമായി മാറുന്നത് എന്ന് ചോദിച്ച്. പ്രൈസ് ദി ലോർഡ്. ഞാനും ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ ഓർത്ത് ശരിയാണല്ലോ. അല്ല, നന്മ തിന്മ തിരിച്ചറിയുന്ന ഒരു പഴം കഴിക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ നമുക്കറിയാം ഏത് തെറ്റ് ഏത് ശരി, അത് എടുക്കണം നല്ലതാണല്ലോ എന്ന് ഞാൻ ഓർത്തു. ഞാനും ഇങ്ങനെ പോയി പ്രാർത്ഥിച്ചു, ദൈവമേ അതെന്തായി ഗുട്ടൻസ് ഒന്ന് പറഞ്ഞു തരണം, എന്താണ് എൻ്റെ പ്രശ്നം? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവിടെ നന്മ തിന്മകളുടെ ഒരു പഴം വെച്ചിട്ടുണ്ട്, പക്ഷേ അവൻ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ഹവ്വ ചെയ്ത തെറ്റ് എന്നുള്ളത് എന്താണെന്നറിയാമോ? തനിക്ക് വേണ്ടിയുള്ള നന്മ അയാൾ തന്നെ കണ്ടെത്താൻ ശ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയ. വചനം പറയുകയാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 48-ാം അധ്യായത്തിൽ 17-ാമത്തെ തിരുവാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക, ഇസ്രായേലിന്റെ വിമോചകനായ നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്താ പറയണത്? നിന്റെ വിമോചകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിന് പോകേണ്ട വഴി കാണിച്ചു കൊടുക്കേണ്ടതും അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി കാണിച്ചു കൊടുക്കേണ്ടതും പഠിപ്പിക്കുന്നത് ഏതാണ് നന്മ എന്ന് പഠിപ്പിക്കേണ്ട ദൈവമായ കർത്താവാണ്. ഈ ദൈവമായ കർത്താവിനോട് ആലോചന ചോദിക്കാതെ എനിക്ക് നന്മയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ അത് തിന്മയായി മാറാം. സുഭാഷിയുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം പറയുന്നു, ശരിയെന്ന് തോന്നുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്നതായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയ. ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയും യുക്തി ഉപയോഗിച്ച് നീ ചിന്തിച്ച് തീരുമാനം എടുക്കും. നിന്റെ കൂട്ടുകാരോട് ചോദിച്ച് തീരുമാനം എടുക്കും. പലപ്പോഴും ആ തീരുമാനങ്ങൾ ശരിയാകണമെന്നില്ല. കാരണം എന്താ? നമ്മളവിടെ ദൈവത്തോട് ആലോചന ചോദിക്കുന്നില്ല.
ഏതെല്ലാം തിരഞ്ഞെടുപ്പുകൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ നടത്തിയിട്ടുണ്ടോ അത് ഇന്നല്ലെങ്കിൽ നാളെ പരാജയമായിട്ട് മാറിയിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷം, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ആദവും ഹവ്വയും ചെയ്ത തെറ്റ് വെറും ഒരു കൽപ്പനയുടെ ലംഘനം അല്ല, മറിച്ച് തനിക്ക് നന്മ എന്താണെന്ന് സ്വയം കണ്ടെത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവർ ചെയ്ത തിന്മ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഓരോ വിശ്വാസിയും തനിക്കുള്ള നന്മ സ്വയം കണ്ടെത്താൻ ശ്രമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നാശത്തിൻ്റെ കൂമ്പാരത്തിലേക്ക് വീഴും. പറയാമോ ഹല്ലേലൂയ, സന്തോഷമാണ്, ഹല്ലേലൂയ. വളരെ പേർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, ഉറക്കെ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എൻ്റെ ഇഷ്ടമനുസരിച്ച് മാത്രം പെരുമാറി തിരഞ്ഞെടുത്ത ചില വസ്തുക്കൾ വഴി, ചില സാഹചര്യങ്ങൾ വഴി, ചില കൂട്ടുകെട്ട് വഴി എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ തകർച്ചകളെയും ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അങ്ങയോട് ആലോചന ചോദിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, നന്മയായിട്ടുള്ളത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. ഞങ്ങൾ പോകേണ്ട വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകത്തിൽ അതിന് 30-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുതന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും കുറിച്ചു വെക്കുക. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 30 വേഴ്സ് 15, 30-ാം അധ്യായം 15-ാം വാക്യം. ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. ദർ ഇസ് എ ചോയ്സ് ബിഫോർ യു. നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ ആരെല്ലാം പാകപ്പിഴകൾ വരുത്തുന്നോ, ആരെല്ലാം വീഴ്ചകൾ വരുത്തുന്നോ, അവരുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളുടെ കൂമ്പാരങ്ങൾ കടന്നു വരാം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ അതിന് 15-ാമത്തെ തിരുവാക്യത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും അത് തന്നെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 15-ാം വാക്യം. അവിടെയും നിനക്ക് മുമ്പിൽ ഒരു ചോയ്സ് വെച്ചിട്ടുണ്ട്. ആ ചോയ്സ് എന്താണ്? വചനം പറയുന്നു, എന്താ വചനം പറയുന്നത്? 15:15, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ പറ്റും. വിശ്വസ്തതാപൂർവ്വം ജീവിക്കണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾക്ക് മുമ്പിൽ അഗ്നിയും ജലവും വെച്ചിരിക്കുന്നു, ജീവനും മരണവും വെച്ചിരിക്കുന്നു. മനുഷ്യന് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം. പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഓർക്കുക, ഇത് ജീവനിലേക്കുള്ള തിരഞ്ഞെടുപ്പാണോ അതോ മരണത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പാണോ? വാസ്തവത്തിൽ ആദ്യ മാതാപിതാക്കളോട് പറഞ്ഞു, ഈ പഴം കഴിച്ചാൽ നിങ്ങൾ മരിക്കും. മരിച്ചോ? അവര് ശാരീരികമായ മരണം ഉണ്ടായില്ല, ആത്മാവ് മരിച്ചു. ഇന്ന് ഓരോ പ്രവൃത്തി ചെയ്യാൻ പിശാച് പ്രേരണ നൽകുമ്പോഴും ഓരോ ദൈവത്തിലും ചിന്തിക്കണം, ഈ ഒരു കാര്യം ചെയ്യുക വഴി എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ആത്മാവ് മരിക്കുന്ന അവസ്ഥയിലേക്കാണോ ഞാൻ മാറുക? ശാരീരികമായ മരണം അല്ല ഉദ്ദേശിക്കുക. അതാണ് പറയുക, ഇന്ന് നിനക്ക് മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ പറ്റും. ചോയ്സ് ഈസ് ബിഫോർ യു. നിനക്ക് വേണമെങ്കിൽ അനുസരിക്കാം, വേണ്ടെങ്കിൽ അനുസരിക്കാതിരിക്കാം. നീ മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ പറ്റും. വിശ്വസ്താപൂർവ്വം ജീവിക്കണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് നീയാണ്. നിനക്ക് മുമ്പിൽ അഗ്നിയും ജലവും വെച്ചിട്ടുണ്ട്, ജീവനും മരണവും വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഗ്നിയും ജലവും വെച്ചിട്ടുണ്ടെങ്കിൽ, തീക്കട്ടയുടെ ഒരു കൂമ്പാരം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനഃപൂർവ്വം പോയി വെക്കില്ല. കാരണം നമുക്കറിയാം ഇത് പൊള്ളും. ഈ ഒരു ബോധ്യമുള്ളവർക്ക് മാത്രമേ നല്ല തിരഞ്ഞെടുപ്പ് നടത്താനാവൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഉൽപ്പത്തിയുടെ ആരംഭം തന്നെ തുടക്കം കുറിക്കുന്നത് ഒരു തെറ്റായ തിരഞ്ഞെടുപ്പിലൂടെയാണ്. വീണ്ടും നമ്മൾ ബൈബിളിലേക്ക് പരിശോധിച്ച് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നു, ഏതെല്ലാം വ്യക്തികൾ തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ ദുരന്തങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ആലോചന ചോദിക്കാതെ നടത്തിയിട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളും പരാജയത്തിലേക്ക് വീണിട്ടുള്ളൂ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം കടന്നു വരും അബ്രാഹത്തിൻ്റെ ജീവചരിത്രം. അബ്രാഹാം ഒത്തിരിയേറെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച വ്യക്തിയാണ് അല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സുപ്രഭാതത്തിൽ ദൈവമായ കർത്താവ് പറഞ്ഞു, നിനക്ക് പരിചയമുള്ള ഈ നാടും ദേശവും വിട്ട് ഒരു പരിചയമില്ലാത്ത നിന്റെ ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുടച്ചിറങ്ങിപ്പോയി. ഇപ്പം നിങ്ങളോട് പറയാണ്, UK വലിയ ജോലിയൊക്കെ ആയി നന്നായിട്ട് സൗകര്യത്തിൽ കഴിഞ്ഞ് നിങ്ങളോട് പറയാണ്, ദൈവം ഒരു ദിവസം പറഞ്ഞിട്ട് രാവിലെ രാത്രി ഉറക്കത്തിൽ പറഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ സുഹൃത്തുക്കളെ, അതെ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങളിവിടെ ഇങ്ങനെ നിന്നാൽ പോരാ, നിങ്ങൾ ഇതെല്ലാം എല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ തന്നെ ഉഗാണ്ടയിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞാൽ പോവോ? മിക്കവാറും. പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയ. സന്തോഷം. ഹല്ലേലൂയ. ഒരു പരിചയമില്ലാത്ത ഒരു നാട്ടിലേക്ക് പോകാനാ പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മടുപ്പും കൂടാതെ ദൈവത്തെ ഇതിൽ ആശ്രയിച്ച് ദൈവം കാണിച്ചു തന്ന വഴിയെ നടന്നു പോയവനാണ് അബ്രാഹാം. പക്ഷെ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ചെയ്ത ചില കാര്യം ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയാമോ? ആദ്യത്തെ കാര്യമാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീയും നിന്റെ ഭാര്യയും വരാൻ പറയുമ്പോൾ കൂടെ
പിതൃ സഹോദരനായ ആരെ കൂട്ടി? ലോത്തിനെ കൂട്ടി. ലോത്തിനെ കൂട്ടുമ്പോൾ ലോത്തിനെ തന്നെ കൂട്ടാൻ പറ്റുമോ? ഇല്ല. കൂടെ ആരുണ്ട്? ലോത്തിന്റെ ഭാര്യ. അവളുടെ പേരെന്താ? അറിയില്ലേ? അവളുടെ പേരാണ് പോത്ത്. പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയ. ബൈബിൾ വെളിപ്പെടുത്തുന്നില്ല, പക്ഷേ സ്വഭാവം കൊണ്ട് നമുക്ക് മനസ്സിലാവും. പറ ഹല്ലേലൂയ. ഉപ്പ് തൂണ് ആയി മാറിയ പോത്തിനെ നമുക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് കൈപിടിച്ച് പുറത്തിറക്കുക. പുറത്ത് പോയിക്കോ, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട, മുഴുവൻ അഗ്നി ഗന്ധകം വീഴാൻ പോകുന്നു. അവൾ മാത്രം ഒയ്യോ എൻ്റെ സ്വർണം, എൻ്റെ പണം എന്ന് തിരിഞ്ഞു നോക്കി. ഉപ്പ് തൂണായി പോത്തിൻ്റെ സ്വഭാവം. പ്രൈസ് ദി ലോർഡ്. പേര് പറഞ്ഞ് നമുക്ക് പോത്തെന്ന് കൊടുക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഇവരെ കൂട്ടിക്കൊണ്ട് പോയ നിമിഷം മുതൽ സംഭവിച്ചത് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ വെറും തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. അവസാനം അതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 30 അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കാണുന്നു. അതിൻ്റെ 13 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ വലിയ ഒരു പ്രശ്നം നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ എന്താ സംഭവിച്ചതെന്നറിയാമോ? അബ്രാഹവും ലോത്തും കൂടെ ചെന്നു. അവരൊരുമിച്ച് പോയി കുറേ നാളൊക്കെ പ്രവർത്തിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ തമ്മിലടിയായി, പരസ്പരം ബഹളായി. അവർക്ക് രണ്ടു കൂട്ടർക്കും ഇഷ്ടം പോലെ ആടുകൾ പെരുകി, മൃഗങ്ങൾ പെരുകി, കന്നുകാലിക്കൂട്ടങ്ങൾ പെരുകി, സമ്പത്ത് വർദ്ധിച്ചു. അപ്പോൾ അടിയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നടക്കുക. ചിലപ്പം സഹോദരങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിലായിരിക്കും, കൂട്ടുകാർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരിക്കും. സമ്പത്ത് വർദ്ധിച്ചു കഴിയുമ്പോൾ, എല്ലാ സൗഭാഗ്യം വന്നു കഴിയുമ്പോൾ പിന്നെ തമ്മിലടിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞതുപോലെ അതിന് 13 അധ്യായം നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ തമ്മിൽ അടിക്കുന്ന കാര്യം അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ, 13 അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? ഒരുമിച്ച് വായിച്ചോ. ബൈബിളില്ലാത്തിടത്ത് നോക്കി വായിച്ചോ. ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല, കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. വയ്യാതായി. വീണ്ടും അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. അക്കാലത്ത് പ്രൈസൽ നോക്ക്, തമ്മിലടിയായി. ദൈവം ആഗ്രഹിക്കാത്ത ഒരാളെ കൂട്ടിക്കൊണ്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബന്ധം അധിക നാൾ നീണ്ടു നിന്നില്ല. അവസാനം കലഹമായി, വഴക്ക് കൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അബ്രാഹാം ആൾ നല്ല ആളായതുകൊണ്ട് അബ്രാഹാം പറഞ്ഞു, ലോത്തെ, ഏതായാലും നമ്മളിവിടെ വന്നു, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നു, ഇനി നമ്മൾ ഇവൻ്റെ അടി വേണ്ട, നീ ഒരു പണി ചെയ്യും, നിനക്ക് എങ്ങോട്ട് വേണേലും പൊയ്ക്കോ, ഇതാ വിശാലമായ ഈ ദേശം, നീ കിഴക്കോട്ട് പോയാൽ നേരെ പടിഞ്ഞാറേക്ക് ഞാൻ പൊയ്ക്കോളാം, നീ വടക്കോട്ട് പോയാൽ ഞാൻ തെക്കോട്ട് പൊയ്ക്കോളാം, അതുകൊണ്ട് നമ്മൾ ഇവൻ്റെ അടി വേണ്ടാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോത്തും ഇത് സമ്മതിച്ചു. ലോത്ത് ഇത് സമ്മതിച്ചിട്ട്, ലോത്ത് അല്പം കുശാഗ്രബുദ്ധിയായ ആളാണ്, അവനെല്ലാം കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അയാൾ നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ജോർദാൻ്റെ ആ കര മുഴുവൻ എന്തായി? അത് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ്. അവിടെ ഒരു പറയിട്ടാൽ 100 പറ കിട്ടുന്ന പോലെയാണ് അവിടുത്തെ മണ്ണ്. ഫലഭൂയിഷ്ടമായ മണ്ണാണെന്ന് മനസ്സിലായി. തൻ്റെ ബുദ്ധി യുക്തി ഉപയോഗിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോത്ത് ആ ഭാഗം തിരഞ്ഞെടുത്തു. അതാണ് 13 അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? ജോർദാൻ സമതലം മുഴുവൻ ഫലപുഷ്ടിയുള്ളതാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. വീണ്ടും അതിന് 11 വാക്യം വായിച്ച്, ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു, അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു, അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. പറ ഹല്ലേലൂയ, സന്തോഷം, ഹല്ലേലൂയ. ഇനി അടുത്തുള്ള വചനം വായിച്ച്, അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് എന്ത് ചെയ്തു? സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. വീണ്ടും അവൻ സോദോമിനടുത്ത് കൂടാരമടിച്ചു. സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുൻപിൽ മഹാപാപികളുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കിക്കേ, ഒരു തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കി. ലോത്ത് എവിടെയാ പോയി താമസിച്ചത്? എല്ലാ സമ്പൽ സമൃദ്ധിയുള്ള നഗരത്തിൻ്റെ മധ്യത്തിൽ. അവൻ അറിയായിരുന്നു അവിടെയുള്ള ഒരു പാപത്തിൻ്റെ പടുകുഴിയിലാണ്. അവിടുത്തെ ജനം മുഴുവൻ പാപത്തിൽ മുഴുകുന്നവരാണെന്ന് അവൻ അറിയാം. എന്നിട്ടും വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി, സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോത്ത് തെരഞ്ഞെടുത്തത് ദുഷ്ടരും പാപികളും തിങ്ങിപ്പാർക്കുന്ന ഒരു നഗരമാണ്. പ്രൈസ് ദി ലോർഡ്, സന്തോഷം, ഹല്ലേലൂയ. അവൻ്റെ മുമ്പിൽ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, ദൈവം കൊടുത്തു, നിനക്ക് എങ്ങോട്ട് വേണേലും പോവാം. സാധാരണഗതിയിൽ അവൻ ദൈവത്തോട് ചേർന്നെടുത്ത പൈതലാണെങ്കിൽ അവൻ നോക്കേണ്ടത് ഈ ലോകത്തിലെ സമ്പത്തിനപ്പുറത്ത് ഉന്നതത്തിലുള്ളതിനെക്കുറിച്ച് ലക്ഷ്യം വെക്കുന്ന പൈതലായിരുന്നെങ്കിൽ അവൻ എന്തു ചെയ്തേനെ? ആ ദേശം, ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് ബർമിംഗ്ഹാമിൽ എവിടെയെങ്കിലും ഒരു താമസ സ്ഥലത്ത് ഒരു സ്ഥലം കണ്ടെത്താൻ നോക്കുമ്പോൾ നമ്മൾ നോക്കുന്ന എവിടെയാണ്? സമാധാനപൂർണ്ണമായി ശാന്തമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ കഴിയാൻ പറ്റുന്ന സ്ഥലം ഇല്ലേ? പിടിച്ചുപറിക്കാരും തട്ടിപ്പുകാരും വെട്ടിപ്പുകാരുള്ള സ്ഥലത്ത് പോയി നമ്മൾ വീട് മേടിക്കുമോ? ഇല്ല. കാരണം എന്താ? പ്രിയപ്പെട്ട സഹോദരൻ, നമുക്കറിയാം അത് അസ്വസ്ഥതയാണ്. എന്നാൽ ഈ മനുഷ്യന് ആ സ്ഥലത്ത് പാപികളും ദുഷ്ടന്മാരും ജീവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അവിടുത്തെ മണ്ണ് നല്ലതാണ്. ഒറ്റ കാരണം,
മണ്ണ് നല്ലതാണ്, അത് സാമ്പത്തിക ലാഭം നൽകും എന്നൊരൊറ്റ കാരണത്താൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സ്ഥലം തെരഞ്ഞെടുത്തു. പിന്നീട് നമ്മൾ കാണുന്നത്, ചരിത്രം പഠിക്കുമ്പോൾ അവൻ്റെ തെരഞ്ഞെടുപ്പ് തികച്ചും പരാജയമായിരുന്നു. അവനതെല്ലാം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീയും ഗന്ധകവും മുഴക്കി ആ സ്ഥലത്തെ ദൈവം നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ തമ്പുരാനോട് ആലോചന ചോദിക്കണം. സാമ്പത്തിക ലാഭം മാത്രം നോക്കിയാൽ പോരാ. പ്രിയപ്പെട്ടവരെ, അട്ടപ്പാടി സഹീയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു മനുഷ്യന് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, വിദേശത്ത് വലിയൊരു ബിസിനസ്സിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. വലിയൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വിദേശത്തെത്തി. ദൈവം സഹായിച്ച് അയാൾക്കൊരു ബിസിനസ് തുടങ്ങാൻ ദൈവം കൃപ കൊടുത്തു. അങ്ങനെ ഒരുവിധം ഭേദപ്പെട്ട രീതിയിൽ അദ്ദേഹം നന്നായിട്ടൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ടവരെ ഒരു ഹോട്ടലിൻ്റെ ഒരു ശൃംഖല, ഒരു ഹോട്ടൽ തുടങ്ങാൻ വേണ്ടി, ഒരു ഹോട്ടലല്ല, ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് പല സ്ഥലങ്ങൾ നടക്കാൻ വേണ്ടി ഇവർ ഒരു 5 പേര് തീരുമാനമെടുത്തു. ഇവരെല്ലാം ഇയാൾക്ക് അന്നേരം 2 ഹോട്ടലാണെന്നുള്ളൂ. അപ്പോൾ ഒരു വലിയ പേരെടുപ്പുള്ള, ഒരു തലയെടുപ്പുള്ള ഒരു ഹോട്ടൽ പണിയാൻ വേണ്ടിയിട്ട്, വലിയ പേരുള്ള ഹോട്ടലുകൾ പോലെ പല സ്ഥലങ്ങളിൽ ഹോട്ടൽ പണിയാൻ വേണ്ടി കോടീശ്വരന്മാരായ 3-4 പേര് കൂടി, ഇവർ 5 പേര് കൂടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതെടുത്തു. അവർ കൂട്ടുകൂടി തുടങ്ങി. ഏതാണ്ട് 5-6 ഹോട്ടലുകളൊക്കെ തുടങ്ങി. ഇവരാണെങ്കിൽ, ഈ മനുഷ്യൻ അല്പമൊക്കെ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇവർ ഈ മനുഷ്യരോടുകൂടെ കൂടിയോടുകൂടി എന്തായി, പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലതും കൈമോശം വന്നത് അദ്ദേഹം അറിഞ്ഞില്ല. തൻ്റെ ജീവിതത്തിൽ ആത്മാവ് നഷ്ടപ്പെട്ടു പോയ കാര്യം അദ്ദേഹം അറിഞ്ഞില്ല. പ്രാർത്ഥിക്കാൻ നേരെയില്ല, പള്ളിയിൽ പോകാൻ നേരെയില്ല. അവരോടുകൂടെ കൂടി പാർട്ടിയും ബിസിനസ്സുമായി, ബിസിനസ് പണം 1-ാം സ്ഥാനം കീഴടക്കി. ദൈവം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവും ദൈവീക കാര്യങ്ങളും അവരുടെ പട്ടികയിൽ ഏറ്റവും ലാസ്റ്റിലേക്ക് മാറി. അവസാനം എന്താ സംഭവിച്ചെന്നറിയാമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബിസിനസ് അടിമുടി തകർന്ന് തരിപ്പണമായി. നാട്ടിൽ വാങ്ങിച്ചിട്ടിരുന്ന സ്ഥലവും വീടും പോലും വിൽക്കേണ്ട അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ച് അദ്ദേഹം കേരളത്തിലെത്തുകയാണ്. കേരളത്തിൽ അട്ടപ്പാടി വന്ന് ധ്യാനം കൂടിയിട്ട് പറയുമ്പോൾ അദ്ദേഹം പറയണം, അച്ഛാ, ഞാനൊരു കോടീശ്വരനായിരുന്നു. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ദൈവം എനിക്ക് നൽകിയ ആ 2 ഹോട്ടലും വെച്ച് ഞാൻ നന്നായിട്ട് മുന്നോട്ട് പോയതാ. എന്നാൽ എൻ്റെ ഉള്ളിൽ അമിതമായ പണത്തോട് താല്പര്യം കയറിക്കൂടി. കാശുണ്ടാക്കണം ചിന്ത കൂടി. അതിന് കിട്ടിയ 4-5 പേര്, അവർ മോശക്കാരാണ്, അവരുടെ സ്വഭാവം ഞാൻ നോക്കിയില്ല. കോടീശ്വരന്മാരാണ്, അവർക്ക് കാശുണ്ടല്ലോ, ബിസിനസ് വിജയിക്കും, അത് തളിർത്ത് വലുതാകും, വലിയ പണം ഉണ്ടാക്കാം എന്ന് കരുതി ഞാൻ കൂടിയതാണച്ചാ. എല്ലാം തകർന്ന് തരിപ്പണമായി. പൊന്നുമക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇന്ന് അനേകം വ്യക്തികൾ ഈ തകർച്ചയെ നേരിടുന്നുണ്ട്. നമ്മുടെ ഈ നാട്ടിലുമുണ്ട് ചില കൂട്ടുകെട്ടുകൾ. ആ കൂട്ടുകൾ ശരിയാണോ തെറ്റാണോ നോക്കില്ല. പണം കിട്ടാനായിട്ടും ധനം സമ്പാദിക്കാനായിട്ട് കൂട്ടുകൂടി ചൂതാട്ട കേന്ദ്രങ്ങളിലേക്കും മറ്റ് പല ബിസിനസ്സുകളിലേക്കും വേണ്ടാത്ത അരുതായ്മയിലേക്കും വീണ് പണത്തിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരൻ ജീവിക്കുന്ന അനേകം പേരുണ്ട്. ഓർത്തുകൊള്ളുക, ഈ തെരഞ്ഞെടുപ്പ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണീരിന് കാരണമാകും. പറയാമോ ഹല്ലേലൂയ? സന്തോഷം, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി 2 തവണ ഹല്ലേലൂയ പറഞ്ഞേ. മനസ്സ് തുറന്ന് പറഞ്ഞേ. ഒരിക്കൽ കൂടി പറഞ്ഞേ. പൊന്നു ദൈവ പൈതലേ, ഒരു കാര്യം മനസ്സിലാക്കുക. നീ ഈ ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് പണം ഉണ്ടാക്കാനുള്ള ഒറ്റ ലക്ഷ്യത്താലല്ല. ദൈവം നിന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല. നിനക്ക് നിന്റെ ആത്മാവിന് ഹാനികരമായ പ്രവൃത്തികൾ ചെയ്യാതിരിക്കാൻ ഒരു നല്ല തെരഞ്ഞെടുപ്പ് നടത്താൻ ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ എന്ത് തെരഞ്ഞെടുക്കുന്നോ അത് നിന്റെ ജീവിതത്തിൽ നിനക്ക് സംഭവിക്കും. വചനം പറയാണ്, നിനക്ക് വേണമെങ്കിൽ ജീവൻ തിരഞ്ഞെടുക്കാം, നിനക്ക് വേണമെങ്കിൽ മരണം തിരഞ്ഞെടുക്കാം. ആ മനുഷ്യൻ പറയാണ്, അച്ഛാ, അന്ന് ഞാനൊരു ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കുറേ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അദ്ദേഹം പറയും, എൻ്റെ ഭാര്യയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അച്ഛാ, ആ 2 ബിസിനസ്സുമായിട്ട് 2 ഹോട്ടലുമായിട്ട് കഴിഞ്ഞ കാലത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു, ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഹോട്ടലിൻ്റെ ശൃംഖല തുടങ്ങിയതോടുകൂടി ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നഷ്ടമായി. എനിക്ക് വീട്ടിൽ വന്നാൽ ഭയങ്കര ദേഷ്യമായി. കാരണം ഓരോ ദിവസവും നഷ്ടത്തിൻ്റെ കണക്ക് മാത്രമേ ഉള്ളൂ. മക്കളോട് സംസാരിക്കാൻ നേരെയില്ലെന്നായി, ഒരുമിച്ച് പള്ളിയിൽ പോകാൻ നേരെയില്ലെന്നായി, പ്രാർത്ഥിക്കാൻ നേരെയില്ലെന്നായി. അവസാനം അദ്ദേഹം പറഞ്ഞു, എൻ്റെ 3 മക്കളിൽ 2 മക്കളും വഴിപിഴച്ചു പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ച് നോക്കണം. നിങ്ങൾക്കറിയോ, അതായത് ആ വ്യക്തി പറഞ്ഞിങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ മൂത്ത മകള്, അദ്ദേഹം ആ പെൺകുട്ടി ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരാളെ കല്യാണം കഴിച്ച് കുറച്ച് നാൾ താമസിച്ചു. അവസാനം കഴിഞ്ഞപ്പോഴേക്കും എന്തായി, ഇയാൾ ഈ പെണ്ണിനെ ഉപേക്ഷിച്ച് പോയി. 1-2 വർഷത്തേക്ക് ഇയാളെ കണ്ടില്ല. തിരിച്ചു വന്ന് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും തിരിച്ച് ഭാര്യ വീട്ടിൽ വന്നു. അവിടെ താമസം ഉറപ്പിച്ചു. ഭാര്യ ഒരു കുഞ്ഞുണ്ടെന്ന് ഓർക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് നാൾ കഴിയുന്നതിന് മുമ്പ് ഈ 2ാമത്തെ അനീതിയും കൊണ്ട് ഇവൻ പിന്നെയും പോയി. സംഭവിച്ച ചരിത്രമാണ്. അവസാനം പറഞ്ഞു, എനിക്കൊരു മോനുണ്ട്, 3ാമത്തെ ഒരു മോൻ, അവൻ അല്പം ബുദ്ധിമാന്യുള്ള കുട്ടിയാണ്, അവൻ മാത്രമേ എനിക്കൊന്നുള്ളൂ. മറ്റു 2 മക്കളുടെ ജീവിതം നശിച്ചു.
പണം ഉണ്ടാക്കിയിട്ട് എന്താ പ്രിയപ്പെട്ടവരെ കാര്യം? നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ആ തിരഞ്ഞെടുപ്പിന് വില കൊടുക്കണം. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടാ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകാമായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു പലതും ചെയ്യാമായിരുന്നു. ഇന്ന് എക്സ്ട്രാ ഡ്യൂട്ടിക്ക് പോയ കാശ് കിട്ടും, ലോങ് ഡേ ഉണ്ടെങ്കിൽ കാശ് കിട്ടും. ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിങ്ങളാരും വെറും കൈയോടെ ഇവിടുന്ന് മടങ്ങില്ല. ദൈവം അതിനെ അനുവദിക്കില്ല. പറ ഹല്ലേലൂയ, സന്തോഷം, ഹല്ലേലൂയ. പൊന്ന സഹോദരങ്ങളെ, ഇവിടെ വരുന്നതും ഈ തണുപ്പത്ത് ഇത്രയും നേരം വണ്ടി ഓടിക്കുന്നത് വരുന്നതൊക്കെ ചിലരെ സംബന്ധിച്ച് ഭോഷത്തായിരിക്കും. അത് നാശത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുന്നവർക്കാ. 1 കൊരിന്ത്യർ 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വഴി ഭോഷത്വമാണ്, എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കാകട്ടെ ഇത് ദൈവത്തിന്റെ ശക്തി അത്രേ. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗാഡ്. ഹല്ലേലൂയ, സന്തോഷം, ഹല്ലേലൂയ. വളരെ നേരമേർത്തി ഒന്ന് സ്തുതിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഈ ആലയത്തിൽ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും അനുഗ്രഹിക്കണം. ദൈവീക കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഈ മക്കളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. വലതുകരം ഉയർത്തി ഒരു 3 തവണ ഉറക്കെ ഹല്ലേലൂയ പറയാമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു സത്യമാണ് നമ്മൾ കാണുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 24-ാമത്തെ തിരുവാക്യം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 24-ാമത്തെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ കാൽവയ്പ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത്, തൻ്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കുന്നവൻ മർത്യന് കഴിയുമോ? പറ ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വഴി നമ്മൾ തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. മനുഷ്യന്റെ കാൽവയ്പ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത്, തൻ്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മർത്യന് എങ്ങനെ കഴിയും? പ്രിയപ്പെട്ട മക്കളെ, ദൈവം ചില കാര്യങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രമേ നാം പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതിന് പകരമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയാൽ അത് നമ്മുടെ ജീവിതത്തെ തകർക്കും, കുടുംബത്തെ തകർക്കും. ഇന്ന് അനേകം വ്യക്തികൾ ഇങ്ങനെയുള്ള ബന്ധനത്തിൽ കിടക്കുകയാണ്. പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയമാവർത്തന പുസ്തകത്തിൻ്റെ 30-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ഇതന്നെ വളരെ വ്യക്തമായിട്ട് കുറിച്ച് വെക്കുകയാണ്. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ സാക്ഷിയാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയ. എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ, എൻ്റെ വചനങ്ങൾ പാലിച്ചാൽ നിനക്ക് അനുഗ്രഹം ഉറപ്പ്, ജീവൻ ഉറപ്പ്. നീ അത് നിഷേധിച്ചാൽ, അതിനെ വേണ്ടെന്ന് വെച്ചാൽ നിന്റെ ജീവിതത്തിൽ ഒരു മരണം, ഒരു നാശം ഉറപ്പായിട്ട് കടന്നു വരും. പറ ഹല്ലേലൂയ. ഒബാദ്യ പുസ്തകത്തിൽ 1-ാം അധ്യായം 15-ാം വാക്യം പറയുന്നു: നീ പ്രവർത്തിക്കുന്ന പോലെ നിന്നോടും പ്രവർത്തിക്കും. നീ ചെയ്ത പ്രവർത്തികൾ, നീ ചെയ്യുന്ന തിരഞ്ഞെടുപ്പുകൾ നിന്റെ തലവേ തന്നെ വന്ന് നിപതിക്കും. പറയാമോ ഹല്ലേലൂയ? സന്തോഷം, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ, ഇന്ന് വചനം കേൾക്കുമ്പോൾ തീരുമാനം എടുക്കണം. നീ ഏതൊരു തീരുമാനത്തിന് മുമ്പും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. നിന്റെ ബുദ്ധി കൊണ്ടും നിന്റെ യുക്തി കൊണ്ടും നിന്റെ കൂട്ടുകാരുടെ ബലം കൊണ്ടും നീ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തകരാൻ സാധ്യതയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് കുറിച്ച് വെക്കുക. യെശയ്യാ പ്രവചനം 31-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചേ. ഉറക്കെ വായിച്ചു, നോക്കി വായിക്കും. മലയാളം അറിയാവുന്നവരൊക്കെ ചോദിക്കുകയോ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളുടെ കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് ആലോചന ചോദിക്കാതെ നിന്റെ ബുദ്ധിയും യുക്തി ഉപയോഗിച്ച് നീ എടുക്കുന്ന തീരുമാനങ്ങൾ നിന്നെ ചിലപ്പോൾ നാശത്തിലേക്കും ദുരിതത്തിലേക്കും തള്ളിയിടും. പറയാമോ ഹല്ലേലൂയ? വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും വീണ്ടും അത് തന്നെയാണ് ആവർത്തിച്ച് പറയുക. യെശയ്യാ 30:1 കർത്താവ് അരുളി ചെയ്യുന്നു: എന്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യമുണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടുന്ന അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്ക് എത്ര വ്യക്തമാണ് പറയണത്. ദൈവത്തിൻ്റെതാത്ത പദ്ധതികൾ നീ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കൂട്ടുകെട്ടിൽ നീ പ്രിയപ്പെട്ട മകനെ മകളെ നീ ചെന്ന് ചാടിയിട്ടുണ്ടോ? എനിക്കിഷ്ടമില്ലാത്ത കൂട്ടുകെട്ടുണ്ടാവുകയും അഹിതമായ പദ്ധതികൾ നടപ്പിലാക്കുകയും അഹിതമായ സഖ്യങ്ങൾ കൂട്ടുണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടുന്ന അനുസരണമില്ലാത്ത ജനതയ്ക്ക് ദുരിതം. പറയാം ഹല്ലേലൂയ. സന്തോഷം, ഹല്ലേലൂയ. യേശുവേ നന്ദി. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ അതിന് 5 മുതലുള്ള വാക്യങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് തന്നെ വീണ്ടും നമ്മളോട് ആവർത്തിക്കുന്നുണ്ട്. യെരമ്യാ പ്രവാചന പുസ്തകം 17-ാം അധ്യായം 5 മുതൽ വാക്യങ്ങൾ വായിച്ചേ. കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തി അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. വീണ്ടും അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. വീണ്ടും അവന് ഹൃദുഭേദമുണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്തിൽ അവൻ വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതൽ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ജീവിച്ചാൽ ഒരു കുറ്റിച്ചെടി മരുഭൂമിയിൽ വളരുന്നത് പോലെ വളർച്ച മുരടിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നശിച്ചു പോകുമെന്നാണ് ബൈബിൾ പറയുക. പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ നീ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് നീ തിരഞ്ഞെടുക്കേണ്ട വഴി നീ കണ്ടെത്തണം. ബൈബിൾ ഒത്തിരിയേറെ വ്യക്തികളുടെ ജീവിതം നമ്മൾ കാണുന്നത് എല്ലാം ഇങ്ങനെയാണ് സംഭവിക്കുക. പ്രിയപ്പെട്ട മക്കളെ, സാമുവേൽ പ്രവാചന പുസ്തകത്തിലേക്ക് അവിടെ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. സാമുവേൽ പ്രവാചൻ 1-ാം പുസ്തകത്തിൽ നമ്മൾ സാവൂൾ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് കാണുക. അവിടെ ദൈവം പറയുന്നതിന് നേരെ വിരുദ്ധമായി അവൻ്റേതായ സ്വന്തം തീരുമാനങ്ങളിൽ ചില തീരുമാനം എടുത്തതിൻ്റെ പേരിലാണ് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവകൃപ നഷ്ടമാവുക. പറ ഹല്ലേലൂയ. സന്തോഷം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതിക്ക്, ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുക്കാതെ സ്വന്തം ചിന്ത കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറച്ചു. അതുപോലെ അവൻ പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഫലമായിട്ട് നമ്മൾ കാണുക അവൻ്റെ ജീവിതത്തിൽ വലിയ വലിയ തകർച്ചകളാണ്. പറ ഹല്ലേലൂയ. സന്തോഷം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നത് എങ്ങനെയാണ്? 1 സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി ആമോന്യരുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ ആമോന്യരെ തോൽപ്പിച്ചതിന് ശേഷം ദൈവം ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും അവൻ ചെയ്തു. അവിടുന്ന് ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില തിന്മകൾ പ്രവർത്തിച്ച് ദൈവമായ കർത്താവ് പറയാത്ത പല പ്രവൃത്തികളും, പ്രത്യേകിച്ച് ദൈവത്തിന് അർപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ വ്യാജേന അല്ലെങ്കിൽ അർപ്പിക്കാനെന്ന കാരണത്താൽ പ്രിയപ്പെട്ട 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരണം. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്. 1 സാമുവേൽ 15-ാം അധ്യായത്തിൽ ഗിൽഗാലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് സാവൂളിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അവിടെ അവരെ നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണം. നീ അവിടെയുള്ള എല്ലാ കൊള്ള വസ്തുക്കളും നശിപ്പിക്കണം. ഒന്നും തിരിച്ചു കൊണ്ടുവരരുത്, ഒന്നും നീ രാജ്യത്തേക്ക് കൊണ്ടുവരരുത്, എല്ലാം കൊണ്ട് അവിടെ വെച്ച് നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ അതിന് വില കൊടുക്കാതെ സാവൂൾ സ്വന്തമായ ബുദ്ധി ഉപയോഗിച്ച് എന്ത് ചെയ്തു? അവിടെയുള്ള പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നു. അവന് വേണ്ടിയിട്ടല്ല, ബലിയർപ്പിക്കാൻ നല്ല കൊഴുത്ത മുട്ടനാടുകൾ പിടിച്ചുകൊണ്ട് പോന്നു. അങ്ങനെയുള്ള പല വസ്തുക്കളെയും കൊണ്ടുവന്നു. എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം ദൈവമായ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ 19-ാം അധ്യായത്തിൽ, എന്തുകൊണ്ടാണ് നീ കർത്താവിനെ അനുസരിക്കാതിരുന്നത്? കവർച്ച വസ്തുക്കളുടെ മേൽ ചാടി വീണ് കർത്താവിന് അനിഷ്ടമായത് ചെയ്തത് എന്തിനാണ് ചെയ്തത്? സാവൂൾ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ വാക്കനുസരിച്ചു, കർത്താവിനെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റി. അമലോക്യ രാജാവായ ആഗാഗിനെ ഞാൻ പിടിച്ചുകൊണ്ടുവന്നു, അമലോക്യരെ എല്ലാം നശിപ്പിച്ചു. എന്നാൽ ഇനി ശ്രദ്ധിച്ചേ, നശിക്കപ്പെടേണ്ട കൊള്ള വസ്തുക്കളിൽ ഏറ്റവും നല്ല ആടുമാടുകളെ നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത്. എക്സ്ക്യൂസ് ഉണ്ട്, കാരണമുണ്ട് പറയാൻ. നമ്മൾ പലപ്പോഴും തിരഞ്ഞെടുപ്പെടുന്നത് എക്സ്ക്യൂസ് ഉണ്ട്, അത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ദൈവമായ കർത്താവ് തുടർന്ന് ചോദിക്കുകയാണ്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അനുസരിക്കുക എന്നുള്ളത് ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് അറിഞ്ഞുകൂടെ? ചില നേട്ടങ്ങൾക്ക് വേണ്ടി നിനക്ക് ചില എക്സ്ക്യൂസുകൾ പറഞ്ഞ് നീ തിരഞ്ഞെടുക്കുന്ന ചില തിരഞ്ഞെടുപ്പുകൾ പ്രിയപ്പെട്ട മക്കളെ നാശത്തിലേക്ക് നയിക്കും. മദ്യപിക്കുന്ന ചില വ്യക്തി തിരഞ്ഞെടുക്കുന്നു, എന്തിനു വേണ്ടി? വേണ്ടാന്ന് വെച്ചു, തീരുമാനം എടുത്തു. പക്ഷെ ഒരു പാർട്ടിക്ക് ചെന്നപ്പം അവരെന്ത് വിചാരിക്കും? അതുകൊണ്ട് ഒരല്പം വല്ലപ്പോഴും, അല്ലെങ്കിൽ ഞാനായിട്ടൊന്നും കുടിക്കണില്ല, പക്ഷെ നാട്ടിലോട്ട് പോകുമ്പോൾ ആ ദുബായിൽ നിന്ന് എന്തെങ്കിലും വെച്ചുകൊണ്ട് പോയില്ലെങ്കിൽ അമ്മായിപ്പൻ എന്ത് വിചാരിക്കും, അളിയന്മാരെന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് തിന്മയിലേക്ക് നയിക്കാം. പൊന്നുമക്കളെ, ഒരു വ്യക്തി പാപം ചെയ്യുന്നതും പാപത്തിന് പ്രേരണ നൽകുന്നതും തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തീരുമാനം എടുക്കുക പ്രിയപ്പെട്ട മക്കളെ. ചില തിരഞ്ഞെടുപ്പുകൾ അത് തീരുമാനങ്ങളായി മാറണം. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് ദൈവത്തിന് ഹിതകരമല്ലാത്ത പ്രവൃത്തി ചെയ്യില്ല എന്ന് തീരുമാനിക്കാൻ പറ്റിയവൻ മാത്രമാണ് അനുഗ്രഹം പ്രാപിക്കുക. ഇന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കൂടുതൽ മാതാപിതാക്കളാണല്ലോ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മുടെ മക്കൾ ഒത്തിരി പേരുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുമ്പം പ്രത്യേകിച്ച് മക്കളുടെ മുമ്പിലുള്ള ചില തിരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നിങ്ങളിവിടെ ആയിരിക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് മുന്നിൽ വലിയൊരു മാതൃകയാണ്. നിങ്ങളുടെ
പണവും ആയുസ്സും സമ്പത്തും സൗകര്യമൊക്കെ ഇതിനു വേണ്ടി ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾ ഇന്ന് ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കുമ്പോൾ ആ മക്കളുടെ ഹൃദയത്തിൽ ഒരു വലിയ നന്മ കയറുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓരോ കാര്യവും അവരുടെ ഹൃദയത്തിൽ പതിയുന്നുണ്ട്, അവർ കാണുന്നുണ്ട്. ഒരിക്കൽ അവർ പറയും, എനിക്ക് ഇന്ന് അല്പമെങ്കിലും വിശ്വാസമുള്ളത് പണ്ട് മഞ്ഞും തണുപ്പുള്ള സമയത്തും എൻ്റെ പപ്പായും മമ്മിയും വണ്ടി ഓടിച്ച് ഇത്രയും ദൂരം 2 മണിക്കൂർ 3 മണിക്കൂർ 5 മണിക്കൂർ യാത്ര ചെയ്ത് ആ ബർമിംഗ്ഹാമിൽ പോയി പ്രാർത്ഥിച്ച ഒരു ചരിത്രം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അല്പമെങ്കിലും വിശ്വാസം നിലനിൽക്കാൻ പറ്റുന്നതെന്ന് നമ്മുടെ മക്കൾ ഇന്നല്ലെങ്കിൽ നാളെ പറയും. പ്രൈസ് ദി ലോർഡ്. പൊന്നു മക്കളെ, ഒന്നിനെ നിസ്സാരമായി തള്ളിക്കളയരുത്. അല്പം വില കൊടുത്ത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്ക് മേലും ദൈവം അനുഗ്രഹമുണ്ട്. എന്നാൽ ഇന്ന് അനേകം വ്യക്തികളുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെന്താ ചെയ്യണത്? അവർ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ, പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ട തിരഞ്ഞെടുപ്പിൽ ഒത്തിരിയേറെ പരാജയങ്ങൾ അവർ ചെയ്യാറുണ്ട്. അവർ ഇന്ന് മക്കൾക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നമ്മുടേതായ ബുദ്ധിയുക്തി ഉപയോഗിച്ച് അവർക്ക് വേണ്ട കോഴ്സ്, അവർക്ക് വേണ്ട പഠിക്കാനുള്ള മേഖല, ഇതൊക്കെ പറഞ്ഞ് അവരെ അനാവശ്യമായിട്ട് ഒത്തിരി ചില മക്കളെയെങ്കിലും നമ്മൾ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. ചെയ്യാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് അവർക്ക് ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് സജഷൻസ് പറയാം. എങ്കിലും അവരുടെ ആപ്റ്റിറ്റ്യൂഡൊക്കെ അനുസരിച്ച് വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരെ തിരഞ്ഞെടുപ്പ് നടത്തിപ്പിക്കാൻ. ഇല്ലെങ്കിൽ പരാജയം സംഭവിക്കും. ഞാൻ ഓർക്കാണ്, മംഗലാപുരത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി BSc നഴ്സിംഗ് 6 വർഷമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 10 ലക്ഷം രൂപയോളം ചിലവാക്കി. വീട്ടിൽ ഒരേ ഒരു മോള്. അവസാനം ആ മകള് വീട്ടിൽ അപ്പനോടും അമ്മയോടും ഭയങ്കര ദേഷ്യം, ഭയങ്കര അസ്വസ്ഥത, പ്രാർത്ഥിക്കില്ല, പള്ളിയിൽ പോകില്ല, അച്ഛന്മാരെ കണ്ട ഭയങ്കര ചീത്ത പറയുന്ന സ്വഭാവം, ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. ഞാനൊരിക്കൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഈ അമ്മ കരഞ്ഞുകൊണ്ട് വന്നു, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഭയങ്കര തകർച്ചയിലാണ് അവളെ, ഞാനിങ്ങനെ ഇവിടെ BSc നഴ്സിംഗ് പഠിക്കുകയാണ്, കംപ്ലീറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാം, അവളെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല അച്ഛാ, കൊണ്ടുവരാൻ ഒരു ചാൻസും ഇല്ല, എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല, ഭയങ്കര മല്ലടിക്കുന്ന സ്വഭാവമാണ്, ഒരേ ഒരു മോളേ ഉള്ളൂ, ഇഷ്ടം പോലെ കാശുണ്ട്. ഞാൻ പറയും, സാരമില്ല, ഒരു പണി ചെയ്യും, നിങ്ങൾ ഇന്ന് പോയിട്ട് ഒരു 21 വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക, നാളെ രാവിലെ ഒന്ന് വിളിച്ചു നോക്ക്, പരിശുദ്ധാത്മാവ് പറയുകയാണെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനത് പറഞ്ഞു മറന്നുപോയി. പിറ്റത്തെ ദിവസം ഒരു 9 മണിയായപ്പം ഈ ചേച്ചി എൻ്റെ മുറി വന്ന് മുട്ടിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ചേച്ചി എന്താ? അച്ഛാ, അവൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും അത് എന്താണെന്ന് അറിയാൻ പാടില്ല. ഇന്നലെ വരെ അവൾ വരില്ല എന്ന് പറഞ്ഞാണ്, പക്ഷേ ഇന്ന് ഞാൻ വിളിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ വരാമെന്ന് പറഞ്ഞ് വണ്ടിയെ കയറി വന്നു. ഞാൻ എന്നോട് സംസാരിക്കുമോ? കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ, എനിക്ക് എൻ്റെ മാതാപിതാക്കളോട് വെറുപ്പാണ്. അവൾ പറഞ്ഞ കാരണം ഇതാണ്, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഒരു നേഴ്സ് ആകുക എന്നുള്ളത്. എൻ്റെ സ്വപ്നത്തിൽ പോലും അത് ഇനി ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുക്കുന്ന ഒരു ജോലിയാണത്. പക്ഷേ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഒറ്റ നിർബന്ധം എന്തിനാണെന്നറിയാമോ? BSc നഴ്സിംഗ് പഠിച്ചാൽ അമേരിക്കയിൽ അമ്മയുടെ ആൻറ്റിമാരൊക്കെ ഉണ്ട്, അവിടെ ജോലി കിട്ടും, അവിടെ നിനക്ക് ജോലി ഉറപ്പാണ്, ഒരു അമേരിക്കൻ സെറ്റിലായിരിക്കുന്ന ഒരാളുമായിട്ട് കല്യാണമൊക്കെ നേരത്തെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് പഠിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് വിട്ടു. അവൾ പറഞ്ഞു, എൻ്റെ വാക്കിന് വില കൊടുക്കാതെ എന്നെ നിർബന്ധിച്ച് ഇതെടുപ്പിച്ചു, അതുകൊണ്ട് ഞാൻ അവരെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ പെൺകുട്ടിക്ക് വേണ്ടി ചോദിച്ചപ്പോൾ പറയാണ്, ഞാൻ കുറേ പേർക്കൊക്കെ ചുമ്മാ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുക, ആരും എൻ്റെ ഫ്രണ്ട്സൊന്നുമല്ല. അപ്പം ദൈവാനുഗ്രഹിച്ച് അവൾ പാപത്തിൻ്റെ ബന്ധത്തിലൊന്നും പോയിട്ടില്ല. ഞാൻ ചോദിച്ചു, പിന്നെ നിൻ്റെ ജീവിതത്തിൽ നീ എന്താ ഇങ്ങനെ? അവൾ പറഞ്ഞു, അച്ഛാ, ഞാൻ പാപത്തിനൊന്നും ഞാൻ കൂട്ടു നിന്നിട്ടില്ല, എല്ലാവർക്കും ഞാൻ വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് ഏതെങ്കിലും ഒരു ബന്ധമുണ്ടോ? അവൾ പറഞ്ഞു, എനിക്കൊരു ബന്ധമുണ്ട്, അത് വലിയ കാര്യമുള്ള ബന്ധമൊന്നുമല്ല, പക്ഷേ ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി എടുത്ത ബന്ധം. ചോദിച്ചപ്പം ഇവിടെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അങ്കിൾ, അതായത് ഏകദേശം ഇവളേക്കാൾ 26 വയസ്സ് മൂപ്പുള്ള ഒരു അങ്കിൾ, ഒരിക്കലും കണ്ട ഈ മനുഷ്യനോട് ഇവള് വാക്ക് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇവിടുന്ന് പുറത്ത് കഴിഞ്ഞാൽ ഇയാൾ എന്തെങ്കിലും പോരെ, ഞാൻ ഇയാളുടെ കൂടെ പോന്നേക്കാം. ഞാൻ ചോദിച്ചു, നീ ഇയാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല, പലപ്പോഴും ഫോണിൽ സംസാരിച്ചു, എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എനിക്ക് എൻ്റെ അമ്മയോടും അപ്പനോടുള്ള ദേഷ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുഞ്ഞിന് വേണ്ടി ഞാൻ 3/4 മണിക്കൂർ പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ആ ദേഷ്യമൊക്കെ വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ബന്ധിച്ച് ഡെലിവറി ചെയ്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യും, ഏതായാലും ഇത് തിരഞ്ഞെടുത്തു പോയി, ഇതിൻ്റെ ഈ 4 വർഷം നീ വേസ്റ്റാക്കി, ഇനി തമ്പുരാനെ സമർപ്പിക്കുക, നീ നിന്നത്തിനൊന്ന് വിട്ടുകൊടുക്ക്, ദൈവത്തിന് ഇതിലൂടെ നന്മ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. തെരഞ്ഞെടുപ്പുകൾ നടത്തിപ്പോയെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ടത് തിരിച്ചു വരാനുള്ള വഴിയാണ്. ഞാൻ പറഞ്ഞു, ഏതായാലും നീ എടുത്തുപോയി, നീ ഒരു കാര്യം ചെയ്യും, നീ തമ്പുരാനോട് പ്രാർത്ഥിക്കും. അവൾ പറഞ്ഞു, അച്ഛാ, എനിക്ക് എത്ര പേപ്പർ കിട്ടാനുണ്ടെന്നറിയോ? ഒത്തിരി പേപ്പർ ഇനിയും കിട്ടാനുണ്ട്. ഇനി ഞാനിപ്പോൾ ഒരു 3 പേപ്പർ എഴുതിയിട്ടുണ്ട്. എനിക്കൊരു വട്ടപൂജ കിട്ടുള്ളൂ, എനിക്ക് ഉറപ്പാണ്. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ ഇവരെ തോപ്പിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, സാരമില്ല. ഞാനൊരു കാര്യം ചോദിച്ചു, ദൈവം ജീവിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവൾ പറഞ്ഞുണ്ട്. എങ്കിൽ ഞാനൊരു പണി അറിയാം, നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം, നീയും പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കാം. ഈ 3 പരീക്ഷയിൽ നീ പാസ്സാകുകയാണെങ്കിൽ നീ ദൈവത്തെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു.
ധ്യാനം കൂടാൻ വരുമെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഈ 3 പരീക്ഷയിൽ പാസ്സാകുകയാണെങ്കിൽ അച്ഛൻ പറയുന്ന സ്ഥലത്ത് വന്ന് ധ്യാനം കൂടാം, എനിക്ക് ഉറപ്പാണ് ഞാൻ ജയിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിശ്വസിച്ചോ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അന്ന് മുതൽ ആ പെൺകുട്ടിയോട് വിശ്വാസമാണ് ചൊല്ലിപ്പാണ് ഞാനും കുർബാനയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുതം ദൈവം പ്രവർത്തിച്ചു. ഈ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവരുടെ പരീക്ഷയിൽ ഇവൾ 3 വിഷയത്തിനും മിനിമം ആണെങ്കിലും പാസ്സായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവൾ ധ്യാനത്തിന് വന്നു. ധ്യാനത്തിന് വന്നപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഹൃദയത്തിലൂടെ വചനം കയറി. മാതാപിതാക്കളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ആ ആന്തരിക മുറിവുകളൊക്കെ എടുത്തു മാറ്റി ആ പെൺകുട്ടി മാതാപിതാക്കളെ വിധേയപ്പെട്ട് ജീവിച്ചു. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾ വിവാഹിതയാണ്, വിദേശത്താണ്, അമേരിക്ക തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ ഇന്ന് അവൾ ഒത്തിരി സന്തോഷത്തിലാണ്. പക്ഷേ അന്നൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധനമാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മക്കൾക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അവർക്ക് വേണ്ടത് മാത്രം കൊടുത്താൽ പോരാ. ഈ ലോകത്തിൻ്റെ എല്ലാ മക്കൾക്കും ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ മാതാപിതാക്കൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ വിശ്വാസ തീക്ഷ്ണതയാണ്. ഞാൻ ഓർക്കുന്നു, ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ 3 മക്കളെ തകർത്തത് ഞാനാണ് അച്ഛാ എന്ന് പറഞ്ഞു. എൻ്റെ 3 കുഞ്ഞുങ്ങളെ തകർത്തത് ഞാനാണ്. ഒരപ്പം പറയുക. ഞാൻ എന്ത് പറ്റി ചേട്ടാ? ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ മക്കൾ പഠിച്ചുകൊണ്ടിരുന്നത് നാട്ടിൽ തന്നെ പഠിച്ചുകൊണ്ടിരുന്നത് ഒരു സാധാരണ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അവിടെ പഠിച്ചു. 8ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനേക്കാൾ അപ്പുറത്ത് ഒരു 40 കിലോമീറ്റർ അകലെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഭയങ്കര ട്രെയിനിങ് ആണെന്ന് പറഞ്ഞ് ഇയാൾക്ക് ഇഷ്ടംപോലെ കാശുണ്ട്. അവിടെ എന്തായി, ഈ 3 മക്കളെയും അവിടെ കൊണ്ടുപോയി അക്രൈസ്തവർ നടത്തുന്ന ഇൻ്റർനാഷണൽ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തതിന് പരിണിത ഫലമായി എന്തായി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർക്ക് ഞായറാഴ്ചയും കൂടെ യോഗയും കാര്യങ്ങളൊക്കെ ആയിട്ട് സൺഡേ സ്കൂളിൽ പോകാൻ നേരമില്ല, പള്ളി കുർബാന കാണാൻ നേരമില്ല. അഥവാ കുർബാന കണ്ടാലും ആ കുർബാന ചെയ്യുന്നതിന് മുമ്പ് അപ്പൻ കാറിൽ ഓടിച്ച് അവിടെ കൊണ്ടുപോയി ഞായറാഴ്ച അവിടെ എത്തിക്കണം, എന്നിട്ട് വൈകുന്നേരം കൂട്ടിക്കൊണ്ട് വരണം. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 3 മക്കളെ അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ചു. ആ മക്കളെല്ലാം പഠിച്ച് വലിയ നിലയിലെത്തി. ഒരെണ്ണത്തിന് ദൈവവിശ്വാസം ഇല്ല, ഒരെണ്ണം പള്ളിയിൽ കയറില്ല. ഒരുവൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുസ്ലിം യുവതിയെ കല്യാണം കഴിച്ച് അവൻ വേറെ ജീവിക്കുന്നു. വേറൊരുത്തിന് പല ബന്ധങ്ങളുണ്ട്. അവൻ എവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഓടി നടക്കുന്നു. 3ാമത്തെ ഒരു കുട്ടി വളർന്നു വരുന്നു. അതും പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, പള്ളിയിൽ പോകാൻ താല്പര്യമില്ല. ചേട്ടൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയാ, എൻ്റെ മക്കളെ തകർത്ത് ഞാനാച്ചാ. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരിക്കലും നിങ്ങളിത് നിങ്ങളുടെ ജീവിതത്തിൽ പറയാൻ ഇടയാകരുത്. എൻ്റെ തെറ്റായ വഴി മൂലം, എൻ്റെ തെറ്റായ തിരഞ്ഞെടുപ്പ് മൂലം, ഞാൻ ചിലത് ദൈവത്തോട് ആലോചന എടുക്കുന്നതിന് മൂലം എൻ്റെ മക്കൾ കണ്ണീര് കുടിക്കാൻ ഇടയായി എന്ന് പറയാൻ ഇടയാകരുത്. പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ വിവരിക്കാൻ തുടങ്ങിയാൽ ബൈബിളിന് തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെയുള്ള കഥ നീളുകയാണ്. യോനാ പ്രവാചകന്റെ കഥ നമുക്കറിയാം. തെരഞ്ഞെടുപ്പിൽ ആനമണ്ടത്തരം കാണിച്ച മനുഷ്യൻ, ദൈവം അങ്ങോട്ട് പോകാൻ പറഞ്ഞു, നിനിവിലേക്ക് പോകാൻ പറഞ്ഞപ്പം ബോധപൂർവം അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് താർസീസ് തെരഞ്ഞെടുത്ത മനുഷ്യൻ. അവസാനം അവനുണ്ടായ അസ്വസ്ഥതകൾ, അവൻ പോയിടത്തെല്ലാം അസ്വസ്ഥത. കപ്പലേ കയറി അവിടെ അസ്വസ്ഥത, തിമിംഗലത്തിന് വയറ്റിൽ കയറി അവിടെ അസ്വസ്ഥത. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തിരഞ്ഞെടുത്താൽ അവൾ എവിടെ ചെന്നാലും അസ്വസ്ഥയുണ്ടാവും. കുടുംബത്തിൽ അസ്വസ്ഥയുണ്ടാവും, ആയിരിക്കുന്ന സമൂഹത്തിൽ അസ്വസ്ഥയുണ്ടാവും. കാരണം ദൈവത്തിൻ്റെ വഴിയല്ല പോകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം, ഹല്ലേലൂയ. അതുകൊണ്ട് പൊന്നും ദൈവമക്കളെ, ദൈവസന്നിധിയിൽ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. വീണ്ടും നമ്മൾ ഒത്തിരി പേരുടെ ജീവിതകഥകളെല്ലാം ദാവീദിൻ്റെ ആയിക്കൊള്ളട്ടെ, സാംസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്തിനേറെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴും നമുക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ അരിമശിഷ്യനായ യൂദാസ് ഒരു തട്ടിൽ 30 വെള്ളി നാണയവും വേറെ തട്ടിൽ യേശുവിനെയും വെച്ച് തൂക്കി നോക്കിയപ്പോൾ ആ വെള്ളി നാണയത്തിന് വില കൂടുതലായിട്ട് അവന് തോന്നി. തൻ്റെ ഗുരുവിനെ ഒറ്റക്കെടുക്കാൻ ഒരു മടുപ്പും തോന്നിയില്ല. അവൻ തെരഞ്ഞെടുത്തു 30 വെള്ളി നാണയം യേശുവിനേക്കാൾ വിലപ്പെട്ടതായി അവന് മാറി. എന്ത് സംഭവിച്ചു? അവൻ്റെ ജീവിതം തകർന്നടിഞ്ഞില്ലേ? 12 അപ്പസ്തോലന്മാരിൽ ഇന്ന് ലോകത്തിൽ ഒരേ ഒരു അപ്പസ്തോലന്റെ പേരിൽ മാത്രമേ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കത്തീഡ്രൽ ദേവാലയം ഇല്ലാത്തുള്ളൂ. അത് യൂദാസ് കറിയാത്തതിൻ്റെ പേരിൽ മാത്രമാണ്. ഹല്ലേലൂയ. ഒരു തെറ്റായ തെരഞ്ഞെടുപ്പ് നടത്തിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾക്ക് വേണ്ടി മാത്രമേ ഒരു പള്ളി പണിയപ്പെടാതിട്ടുള്ളൂ. യേശു തെരഞ്ഞെടുത്തവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ചിന്തിക്കണം. ഒരു ഭാഗത്ത് ആത്മീയതയും വേറൊരു ഭാഗത്ത് സമ്പത്തും വെച്ച് തൂക്കി നോക്കുമ്പോൾ ഓർക്കുക, സമ്പത്ത് ആത്മീയതയേക്കാൾ ഉയർന്നു നിൽക്കുന്നതായി കണ്ടാൽ, അല്ലെങ്കിൽ അതിന് ഭാരം കൂടുതലായി കണ്ടാൽ, പൊന്നുമക്കളെ, ആ സമ്പത്തിൻ്റെ പിന്നാലെ പോകരുത്. നമ്മൾ കാണുന്നുണ്ട് വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്തിന് വേണ്ടി ജീവിതം നശിപ്പിച്ച സഫീറയും അനനിയാസും ക്രിസ്ത്യാനികളായിരുന്നു, ബോധ്യം കിട്ടിയവരാ, എല്ലാം വിറ്റ് സമർപ്പിക്കാൻ റെഡിയായതാ. പക്ഷേ ഭാര്യയുടെ സമ്മതപ്രകാരം ഒരു ഭാഗം മാറ്റിവെച്ചു. എന്നിട്ട് വളരെ കൂളായിട്ട് വന്നു. പത്രോസ് ചോദിച്ചു, മോനെ, നീ എല്ലാം സമർപ്പിച്ചോ? അവൻ പറഞ്ഞു, യെസ്, എല്ലാം സമർപ്പിച്ചു. നീ എന്തിനാടാ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുന്നത്? ചോദിച്ചു, മറിഞ്ഞു വീണ് മരിച്ചു ആ നിമിഷം. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഗത്ത് യേശുവിനെ വെച്ച് നോക്കുമ്പോൾ,
വേറൊരു ഭാഗത്ത് നിന്റെ സമ്പത്ത് സ്ഥാനമാനങ്ങളും വെച്ച് നീ തൂക്കി നോക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ചിലപ്പോഴൊക്കെ നിനക്ക് തോന്നിയേക്കാം യേശുവിനേക്കാൾ വിലപ്പെട്ടതാണ് സമ്പത്ത്, സുഖലോലുപത, ജീവിത വ്യഗ്രത, മദ്യാസക്തി. ഇതൊക്കെ നല്ലതാണെന്ന് കരുതി നീ തിരഞ്ഞെടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു തിരിച്ചടി ഉണ്ടാവും. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്ന സഹോദരങ്ങളെ, വിശുദ്ധരുടെ ജീവിതം പഠിച്ചു നോക്കുക. എല്ലാ വിശുദ്ധരും അവർ ജീവിതത്തിൽ നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തിയവരാ. അവരുടെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയവരാ. ജീവിതത്തിൽ തെറ്റാണെന്ന് ബോധ്യം വന്നപ്പോൾ ആ നിമിഷം ആ തെറ്റിനെ ഉപേക്ഷിച്ച് നന്മയെ പുണരാൻ പ്രിയപ്പെട്ട മക്കളെ ഒരു വൈമനസ്യവും കാണിക്കാത്തവരാ. 2 കള്ളന്മാര് തിരഞ്ഞെടുക്കാൻ 2 പേർക്ക് ഒരേ അവസരം കൊടുത്തു ദൈവം. ഒരുവൻ അവന്റെ തെരഞ്ഞെടുപ്പ് മരണത്തിലേക്കും പാപത്തിലേക്കും നയിക്കപ്പെട്ടപ്പോൾ നല്ല കള്ളൻ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. ലാസ്റ്റ് ഗുഡ് ഡിസിഷൻ ഹി ഹാസ് എവർ മെയ്ഡ് ഇൻ ഹിസ് ലൈഫ്. ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന ഒരേ ഒരു ഏറ്റവും നല്ല തീരുമാനം, അത് ആ തെരഞ്ഞെടുപ്പ് അവനെ സ്വർഗത്തിലേക്ക് എത്തിച്ചില്ലേ? പറയാമോ ഹല്ലേലൂയ. അതുകൊണ്ട് പൊന്നു സഹോദരങ്ങളെ, ഇന്നിവിടെ വചനം കേട്ട് കടന്നു പോകുമ്പോൾ വെറും വചനം കേൾക്കുന്ന ആത്മവഞ്ചകരാകാതെ തീരുമാനം എടുത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് അഹിതമായ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി ഞാൻ ചെയ്യില്ല. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ നടത്തില്ല. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവോട് ആലോചന ചോദിക്കാൻ കൃപ വർഷിക്കണം. പറയാമോ ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നിങ്ങളുടെ നല്ല തിരഞ്ഞെടുപ്പുകൾ മക്കൾക്ക് മാതൃകയായി തീരട്ടെ. ആ മക്കൾ ലോകത്തിൽ യേശുവിനെ തിരഞ്ഞെടുക്കാൻ തയ്യാറാവട്ടെ. യേശുവിനെ തിരഞ്ഞെടുക്കാൻ പറ്റാത്തവരാരാണെന്ന് 2 കൊരിന്ത്യൻസിന്റെ 4-ാം അധ്യായത്തിൽ 3-4 വാക്യം പറയുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങൾ നിങ്ങളോട് പറയുന്ന ഈ സുവിശേഷം നിഗൂഢമായിട്ടുണ്ടെങ്കിൽ അത് നാശത്തിന്റെ മാർഗത്തിലൂടെ പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ ഹൃദയങ്ങളെ അന്ധമാക്കി കളഞ്ഞിരിക്കുന്നു. ദേ ഹാവ് ബ്ലൈൻഡഡ് ദം. ഇന്ന് ദൈവീക കാര്യങ്ങൾക്ക് വില കൊടുക്കുന്നതിനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ അത് നാശത്തിന്റെ വഴിയിലൂടെ ചലിക്കുന്നവർ മാത്രമാണ്. കാരണം അവരുടെ മുമ്പിൽ അവർക്ക് മറ്റൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ ലോകത്തിന്റെ നേട്ടങ്ങളും സമ്പത്തും സുഖ സൗകര്യങ്ങളും മാത്രമേ ഉള്ളൂ. അവർക്ക് ആത്മീയതയോട് പുച്ഛമാണ്, കൺവെൻഷനോട് പുച്ഛമാണ്, പള്ളി വരാൻ മടിയാണ്, പ്രാർത്ഥിക്കാൻ മോശമാണ്. എന്തിനേറെ ഞാനൊരു മലയാളിയാണെന്ന് പറയാൻ മക്കളെ കൊണ്ട് ഒരക്ഷരം പോലും ഇംഗ്ലീഷ് പറയിപ്പിക്കാതെ എപ്പോഴും ഇംഗ്ലീഷ് പള്ളിയിൽ പോവുകയും ഇംഗ്ലീഷുകാരോടൊത്ത് സഹവസിക്കുകയും മല്ലൂസിനെ കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും ചെയ്യുന്ന എത്രയോ വ്യക്തികൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ആരെയും കുറ്റം വിധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. പക്ഷേ പ്രിയപ്പെട്ട മക്കളെ ഓർത്തോണം, അവസാനം ഇവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ മക്കൾ ഇംഗ്ലീഷ് സ്റ്റൈലിൽ ജീവിച്ചു കഴിയുമ്പം പിന്നീട് കണ്ണീരൊഴുക്കാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ. അപ്പോഴേക്ക് സമയം ഏറെ വൈകിട്ടുണ്ടാവും. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ചില തെരഞ്ഞെടുപ്പുകൾ നമ്മളെ പാപത്തിലേക്കും തിന്മയിലേക്കും നാശത്തിലേക്കും നയിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, കാഞ്ഞിരപ്പള്ളിയിൽ ഞാൻ ഒരിക്കൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി എന്നെ കാണാൻ വേണ്ടി വന്നു. ആ പെൺകുട്ടിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി 2 കുട്ടികളുമായി വന്നു. അവളോട് എന്നോട് പ്രാർത്ഥിക്കാൻ ഞാൻ ചോദിച്ചു, നിൻ്റെ പേരെന്താ? അവൾ പറഞ്ഞു നസീറ. ഞാൻ ഓർത്തു, ഈ പെൺകുട്ടി എന്താ ഇങ്ങനെയായത്? മുസ്ലിങ്ങളൊക്കെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ എൻ്റെ സംസാരം തുടങ്ങിയപ്പോൾ ഈ പെൺകുട്ടിയുടെ സംസാരം ശരിക്കും കോട്ടയം ഭാഷയിലെ സംസാരം. അപ്പം ഞാൻ ചോദിച്ചു, മോളെ നിൻ്റെ സംസാര ശൈലി കേട്ടിട്ട് നീ ഒരു മുസ്ലിം ആണെന്ന് തോന്നുന്നില്ല, ഒരു കത്തോലിക്കയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ ഞാൻ കത്തോലിക്കയായിരുന്നു. 18 വയസ്സ് പൂർത്തിയാകാൻ വേണ്ടി കാത്തു നിന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൻ വിദേശത്ത് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി ഒരേ ഒരു മോള പോറ്റി വളർത്തി വലുതാക്കി എല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്ലസ് 1 പഠിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിൽ കേബിൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ അവരുടെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു പോയി. ആ വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് കേബിൾ റിപ്പയറിങ്ങിന് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അമ്മയറിയാതെ ഇവർ തമ്മിൽ വേറൊരു വലിയ കേബിൾ വലിച്ചു തുടങ്ങി. അതാരും അറിഞ്ഞില്ല. 18 വയസ്സാകാൻ വേണ്ടി കാത്തു നിന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അപ്പൻ്റെ അമ്മയും കണ്ണീരിൻ്റെ കടലിലേക്ക് തള്ളി വീഴ്ത്തുകൊണ്ട് ആ പെണ്ണ് ഇറങ്ങിപ്പോയി. സംഭവിച്ചതെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ഇവരുടെ വീടിന് തൊട്ടടുത്ത് വലിയൊരു ആറുണ്ട്, ഒരു വലിയ പുഴയുണ്ട്. അപ്പോൾ ഇവള് ഈ 18 വയസ്സ് പൂർത്തിയായ അന്ന് മനഃപൂർവ്വം അമ്മയെ പറ്റിച്ച് അവൾ പുറത്ത് കിടന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാൻ ചില വേസ്റ്റ് കൊണ്ടുപോയി കളയാൻ പോകാമെന്ന് പറഞ്ഞാൽ തോടിന് അങ്ങോട്ട് പോകുന്നത് കണ്ടു. പിന്നെ അവളെ കാണാനില്ല. അമ്മയ്ക്ക് ആ വിഷമായി. ആ കൊച്ചെങ്ങാനും വെള്ളത്തിൽ വീണോ? മഴയുള്ള സമയമാണ്. അവസാനം പോലീസ് ഫയർ എഞ്ചിനെ വിളിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ വന്ന് അന്വേഷണമായി. 8 മണിക്കൂർ നാട്ടുകാരും പോലീസുകാരും അവിടെ മുഴുവൻ തപ്പി നോക്കി, കിട്ടിയില്ല. അവസാനം രാത്രി 11 ആയപ്പോൾ ഒരു ഫോണ് പൊന്നാനി അടുത്തുനിന്ന്, ഇനി എന്നെ വിളിക്കണ്ട, ഞാൻ ഇവിടെ സുഖമായിട്ട് കഴിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതോടുകൂടി ആ കുടുംബം തകർന്നു. നൊന്തുപറ്റ അമ്മയുടെ നെഞ്ച ചവിട്ടി അപ്പൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി ഇറങ്ങിപ്പോയി. അവസാനം ജയിലിൽ കൊണ്ടുവന്നു, കോടതി ഹാജരാക്കി. കോടതിയിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ജഡ്ജി ചോദിച്ചു, ആരുടെ കൂടെ പോകണം? അവൾ പറഞ്ഞു, എനിക്കിവരെ അറിയില്ല, എനിക്കിവരെ വേണ്ട, എനിക്ക് ഈ മനുഷ്യൻ മതി. പ്രിയപ്പെട്ടവരെ, അവസാനം 2 കൊച്ചുങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് പൊട്ടിക്കരയാ, അച്ഛാ എൻ്റെ ജീവിതം തകർന്ന അച്ഛാ. ഒരു തെറ്റായ തെരഞ്ഞെടുപ്പ്. ഇന്ന് അവിടെ മൊഴിയെല്ലാം റെഡിയായിട്ട് നടക്കുക. വീട്ടിലെന്നും കഷ്ടവും ബഹളവും മാത്രമേ ഉള്ളൂ. ഇവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. പൊന്നു മാതാപിതാക്കളെ,
പൊന്നു യുവതി യുവാക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ദൈവസന്നിധിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നിന്റെ ബുദ്ധിയുക്തി മാത്രം പോരാ, ദൈവത്തെ ചേർത്ത് വെക്കണം. ദൈവത്തെ ചേർത്ത് വെക്കാത്ത തെരഞ്ഞെടുപ്പുകളെല്ലാം പരാജയത്തിലേക്കും നാശത്തിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെ നമ്മൾ നാശത്തിൽ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എണീറ്റ് നിൽക്കാം. രണ്ട് കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താമോ? കരങ്ങൾ ഉയർത്തി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോരാ പോരാ, അധരം തുറന്ന് സ്തുതിച്ചേ. ഓ കർത്താവായ ദൈവമേ, അവിടുത്തെ തെരഞ്ഞെടുപ്പ് എത്രയോ മനോഹരമായിരുന്നു. ഓ കർത്താവേ, അവിടുന്ന് ഈ ലോകത്തിലേക്ക് മനുഷ്യനാകാൻ വേണ്ടി തീരുമാനമെടുത്തു, കടന്നു വന്നു. ദൈവത്തിൻ്റെ ഹിതമനുസരിക്കാൻ തിരഞ്ഞെടുപ്പ് നടത്തി. അത് അങ്ങേക്ക് അനുഗ്രഹമായി, ഞങ്ങൾക്കെല്ലാം അനുഗ്രഹമായി മാറിയല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ദൈവത്തോട് ആലോചന ചോദിച്ച് നടത്താൻ കൃപ നൽകണമേ ദൈവമേ. ഞങ്ങളുടെ മാനുഷിക ബുദ്ധിക്കും യുക്തിക്കും അപ്പുറത്ത് ദൈവമേ അങ്ങയുടെ കരം ചേർത്ത് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ വെഞ്ചരിപ്പ് വിടുതൽ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുകയാണ്. കരങ്ങളൊന്ന് കുപ്പി പിടിക്കാമോ? ഷോളൊക്കെ ഒന്ന് തലോട്ട് കയറ്റിയിടാം. സഹോദരിമാരൊക്കെ, നമ്മുടെ കുടുംബത്തിൽ കടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവിശ്വാസമില്ലാത്ത അവസ്ഥ, പാപബോധമില്ലാത്ത അവസ്ഥ, ബന്ധനങ്ങൾ, കെട്ടുകൾ, കുടുംബത്തിൽ വന്നിരിക്കുന്ന തകർച്ചകൾ, മക്കൾ ദൈവവിശ്വാസമില്ലാത്ത അവസ്ഥകൾ, അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനുള്ള മടുപ്പ്, കടബാധ്യത, ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, ഇവരുടെ എല്ലാ കെട്ടുകൾ അഴിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുടുംബം വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ കുടുംബം ദൈവത്തിന് വില കൊടുക്കുന്ന കുടുംബമായി മാറണം. അതിനുവേണ്ടി ആഗ്രഹിച്ച് കണ്ടേക്കാൻ കുപ്പി പിടിച്ച് ഇങ്ങനെ ഏറ്റവും വലിയ പ്രാർത്ഥിക്കാമോ? കർത്താവായ യേശുവേ, ഉറക്കെ പ്രാർത്ഥിച്ചു. കർത്താവായ യേശുവേ, അങ്ങയെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിച്ച് ഏറ്റുപറയുന്നു. യേശുവേ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അങ്ങ് സ്വന്തമാക്കി അവിടുന്ന് അനുഗ്രഹിക്കണമേ. നാളുകളായി ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള ഏതെങ്കിലും തെറ്റായ തിരഞ്ഞെടുപ്പുകൾ വഴി കടന്നു വന്നിട്ടുള്ള എല്ലാ ബന്ധനങ്ങളും, എല്ലാ തടസ്സങ്ങളും, എല്ലാ തിന്മയുടെ ശക്തികളും നീങ്ങിപ്പോകട്ടെ. കർത്താവായ ദൈവമേ, ദൈവത്തെക്കാൾ ഉപരി പണത്തോടും സമ്പത്തോടും ജോലിയോടും മക്കളോടും സുഖ സൗകര്യങ്ങളോടും താല്പര്യം പുലർത്തുകയും അവയ്ക്ക് വില കൊടുക്കുകയും ചെയ്യുക വഴി കടന്നു വന്നിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും, പൈശാചിക ബന്ധനങ്ങളും, തടസ്സങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. കർത്താവായ ദൈവമേ, ദൈവനിഷേധത്തിന്റെയും യുക്തി ചിന്തയുടെയും പ്രാർത്ഥനാ മരവിപ്പിന്റെയും അന്ധകാര ശക്തികൾ, പൈശാചിക ബന്ധനങ്ങൾ യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, മാതാപിതാക്കളെയും മക്കളെയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ തടസ്സം സൃഷ്ടിക്കുന്ന എല്ലാ തടസ്സത്തിന്റെ അരൂപികളും യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കടബാധ്യതകൾ, ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, മക്കൾ ഉണ്ടാകാനുള്ള തടസ്സങ്ങൾ, സാമ്പത്തിക മേഖലയിലെ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കർത്താവായ യേശുവേ, നാളുകളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹം പ്രാപിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന സാത്താനെയും അവന്റെ കൂട്ടാളികളെയും ബന്ധിച്ചു കെട്ടി നിത്യ പാതാളത്തിലേക്ക് ആട്ടി ഒഴിക്കുന്നു. വിട്ടകന്നു പോകട്ടെ. കുടുംബത്തിൽ മാറി മാറി ഉണ്ടാകുന്ന രോഗപീഠകൾ, കടബാധ്യതകൾ, സാമ്പത്തിക ബന്ധനങ്ങൾ, വിവാഹ ജീവിതത്തിലെ തകർച്ചകൾ, കലഹം, വഴക്ക്, വൈരാഗ്യം, മല്ലടിക്കുന്ന സ്വഭാവം എന്നിവയുടെ അന്ധകാര ശക്തികളും പൈശാചിക ബന്ധനങ്ങളും യേശു നാമത്തിൽ വിട്ടകലട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. സ്വരമുയർത്തി വിളിച്ച് അതിനെ തുറന്ന് യേശുവേ എന്ന് വിളിക്കട്ടെ. ഓ പോരാ പോരാ, കരങ്ങളുയർത്തി സത്യം വ്യാപരിക്കട്ടെ. ഓ കർത്താവായ യേശുവേ, എനിക്ക് നൽകിയ പൗരോഹിത്യ അഭിഷേകത്തെ അധികാരത്തിൽ കൽപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സേവകർ മിട്ടായിച്ചിനോട് ആത്മീയ കൂട്ടായ്മ പ്രാർത്ഥിക്കുന്നു. നാളുകളായി ഇവരെയും കുടുംബങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന അന്ധകാര ശക്തികളും പൈശാചിക ശക്തികളും യേശു നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടകലട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. സ്വർഗം തുറന്നിടട്ടെ. സ്വർഗം തുറന്നിടട്ടെ. പാപബന്ധനം തകരട്ടെ,
തഴക്ക ദോഷങ്ങൾ മാറിടട്ടെ, പാപബന്ധനം തകരട്ടെ, തഴക്ക ദോഷങ്ങൾ മാറിടട്ടെ, പാപബോധം നിറയട്ടെ, അനുതാപമെന്നിൽ നിറയട്ടെ, പാപബോധം നിറയട്ടെ, അനുതാപമെന്നിൽ നിറയട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. എഫാത്ത 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 സ്വർഗം തുറന്നിടട്ടെ, എഫാത്ത 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 സ്വർഗം തുറന്നിടട്ടെ. ഓ ദൈവമേ, ഈ മക്കളിൽ നിന്ന് എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും അഴിയപ്പെടട്ടെ. ഹല്ലേലൂയ. സർവ്വ ഉയർത്തി പാടുകേ. കടബാധ്യതകൾ, തകർച്ചകൾ, കൃഷിനാശം, തൊഴിൽ പരാജയം, കടബാധ്യതകൾ, തകർച്ചകൾ, കൃഷിനാശം, തൊഴിൽ പരാജയം, ജോലി വിവാഹ തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിടട്ടെ, ജോലി വിവാഹ തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിടട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. സ്വർഗം തുറന്നിടട്ടെ, സ്വർഗം തുറന്നിടട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ഓ പരിശുദ്ധാത്മാവേ, സഹായക, ഞങ്ങൾക്ക് വേണ്ടത് നല്ലത് തിരഞ്ഞെടുക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ കൂടെ വസിക്കണമേ. ഓരോ തിരഞ്ഞെടുപ്പും ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയിലേക്കോ തിന്മയിലേക്കോ മരണത്തിലേക്കോ ജീവനിലേക്കോ നയിക്കുന്നതാണ് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവെ സഹായക, കൂടെ വസിക്കുന്നവനെ ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകണമേ, ജ്ഞാനം നൽകണമേ, വിവേകം നൽകണമേ, ദൈവഭക്തി നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. കരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. നന്നായി കൈകളടിച്ച് പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയ.